റെഡി ആണല്ലേ? ഓക്കെ ഫൈൻ. ശരി, സാരം എടുത്തോ, ബുക്കൊക്കെ അടച്ചു വെച്ചോട്ടാ. സൈലന്റ് പ്രയർ പോട്ടെ. ഓക്കെ ശരി, ബുക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ സനിഷാദേ സർ, ഈ മൊമെന്റ് എത്ര ഇക്വേഷൻ? മുഹമ്മദ് ഇർഷാദ്, പിയുടെ ഇക്വേഷൻ P is equal to mv. എം ആരാ ബി ആരാ? M mass, ബി velocity. അപ്പൊ അതിന്റെ എസ് യൂണിറ്റ് എന്ത് വരും? Kilogram by second. കിലോഗ്രാം Kilogram by meter per second. Kilogram by meter per second. കിലോഗ്രാം ബൈ മീറ്റർ പെർ സെക്കൻഡ് ആണോ? Kilogram meter per second. ശരി, അതെങ്ങനെയാ വന്നത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാ വന്നേ? SI യൂണിറ്റ്. എങ്ങനെയാ വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്? എങ്ങനെ കിട്ടണേ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ശരി, അല്ല കൃഷ്ണാനന്ദേ, എന്താ ഫസ്റ്റ് ലോ പറയണേ? എന്തിനെ കുറിച്ചാ ഫസ്റ്റ് ലോ പറയണേ? ഇനേർഷ്യ, ലോ ഓഫ് മോഷൻ. ശരിയാ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇനേർഷ്യ. എന്താ ഇനേർഷ്യ എന്ന് നമ്മൾ പറഞ്ഞേ? തസ്കിന, എന്താ ഇനേർഷ്യ? വാട്ട് യു മീൻ ബൈ ഇനേർഷ്യ? തസ്കിന. Every body continues change of rest or state of motion until it acts an external force. ശരി, ഇത് അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ കുറവാണ്. ഇനേർഷ്യ എന്താന്നുള്ള ചോദ്യം ഒന്നും ഉണ്ടാവില്ല പ്ലസ് വണ്ണില്. അങ്ങനത്തെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണ്ട, ചോദ്യമൊന്നും ഉണ്ടാവില്ല. ശരി, അപ്പൊ ഒരു ചോദ്യം, ട്രീസ, why a seasoned cricketer moves his hands backwards while holding a catch? According to Newton's second law of motion, F is directly proportional to dp by dt. That is, force is directly proportional to dp by dt. Moves has had to increase the force. ഫോഴ്സ് കൂട്ടാൻ. ഫോഴ്സ് കൂട്ടാൻ, അതായത് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കാതിരിക്കാൻ അത് ഇങ്ങനെ കുറച്ച് ബാക്കിലേക്ക് പോകും. ബാക്കിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് അഡ്വാൻറ്റേജ് വി ആർ ഗെറ്റിംഗ്? The time take to change the momentum. Time taken to change the momentum. Earth has to increase. Forces depends to dp by dt. Moves has the increase the time to change the momentum. Therefore, what will happen when the time to change the momentum increases? What will happen? Therefore, the hand moves backward, catching the ball. No, it's not up to that level. Hasna Sujira, and how we can say that? Why the cricketer moves his hand back? Force is inversely proportional to 1 by dt. ശരി, then അതുകൊണ്ട്
അതുകൊണ്ട് ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ മൊമെന്റം കുറയ്ക്കാൻ പറ്റും. ഇതൊന്നുമല്ല അതിന്റെ ആൻസർ. ഒന്നുമല്ല അതിന്റെ ആൻസർ. He moves his hand to change the rate of change of momentum. The rate of change of momentum if directly proportional to dp by dt. Time കൂട്ടിയാൽ മൊമെന്റം അല്ല, ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ. അത് ബുക്കൊന്നും ഞാൻ നോക്കട്ടെ. ബുക്കൊന്നും എടുത്തേ. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ. എല്ലാവരും ഒന്ന് നോക്കിയാൽ ട്രീസ ഒന്ന് പറഞ്ഞാൽ ട്രീസൊക്കെ കാണാതെ പഠിച്ചപ്പോഴാണല്ലോ. ട്രീസൊക്കെ എന്തിനാ അത് കാണാതെ പഠിക്കണേ? ട്രീസൊക്കെ കാണാതെ പഠിച്ചേക്കാം. കുറെ ഹാസ് ഒന്ന് പറഞ്ഞ എന്തായാലും ട്രീസ് നോക്കിയിട്ട് പറഞ്ഞേ. എന്തായാലും കാരണം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയാ? വൈ ഹി മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് എന്ന് പറഞ്ഞേ. ഒന്ന് ഹാൻഡ് ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ എന്താ സംഭവിക്കണേ? ഒന്ന് has to increase the time to change the momentum എന്ന് പറഞ്ഞാ എഴുതിയേക്കണ. ശരി, എന്തിനു വേണ്ടി? അത് ഞാൻ ചിട്ടേ മോൾ എഴുതിയിട്ടുണ്ട്. ശരി, എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ട്രീസ എന്താണെന്ന് അറിയാലോ. ഒന്ന് പറഞ്ഞേ, എന്തിനാണെന്ന് പറഞ്ഞേ. എന്തിനാ ബാക്കിലേക്ക് ഹാൻഡ് മൂവ് ചെയ്യണേ? അത് ആദ്യം ഞാൻ പറയാം കേട്ടോ. ഇങ്ങനെ പറയട്ടെ. ഞാൻ പറയാം. ആദ്യം പറയുന്നത് അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ, force exerted by a body is directly proportional to dp by rate of change of momentum. ഇത് ആദ്യം പറയാൻ ഞാൻ പറഞ്ഞു. അത് പറയും. dp by dt, f is directly proportional to dp. f is directly proportional to dp by dt. ഇതാണ് rate of change of momentum. എന്നിട്ട് നമ്മൾ പറയും when he moves his hands backwards, ബാക്കിലേക്ക് വലിക്കുന്നത് വഴി dt, time taken to change momentum, മൊമെന്റത്തെ ചേഞ്ച് ചെയ്യാനുള്ള സമയം എന്ത് ചെയ്യും? ഇൻക്രീസസ്, കൂടും. ടൈം ടേക്കൺ ടു ചേഞ്ച് ദ മൊമെന്റം ഇൻക്രീസസ്. അവിടെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ടി. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അതല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടാവുന്നത് എന്നോട് ചോദിക്കണം, സാറേ അത് ക്ലിയർ ആവണില്ല, സാർ എന്താ ഉദ്ദേശിച്ചാണ് എന്ന് ചോദിക്കാതെ ബുദ്ധിമുട്ടാത്. അത് വെറുതെ കാണാതെ പഠിക്കേണ്ടി വരും. അതാ നിങ്ങൾ കാണാതെ പഠിച്ച ട്രീസൊക്കെ പണിയെടുക്കണുണ്ടോ? അപ്പൊ വെറുതെ കാണാതെ പഠിക്കണ്ട. ഇത് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതാ. സാറേ പറഞ്ഞു. ഇന്നലെ പറഞ്ഞായിരുന്നു ഇത്. എന്നോട് അനന്തു എന്നൊരു ഡൗട്ട് ക്ലാസ് വെച്ചപ്പോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സിൽ വെച്ച് ചോദിക്കണം, അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കാരണം ഞാനത് മറന്നുപോയാൽ പോയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ വെച്ച് ചോദിക്കും. ഞാൻ പറഞ്ഞതാണ്. അതായത് എഫ് എന്തൊരു സാധനം എഴുതിയാലും ഇതാ, എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എ കൂടിയാൽ ബി കൂടിയാൽ എയും കൂടും, ബി കൂടിയാൽ എയും കൂടും. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b. ഇതിനെ വിളിക്കുന്നത് രണ്ട് പേരാ. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് വിളിക്കും. ചിലപ്പോ അങ്ങനെ ശരിയാ. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b കറക്റ്റാ. അതിന്റെ ഒറ്റ പേരാണ് എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പിന്നെ 1/b എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ പറയണതിന്. ആരോടും പറയല്ലെങ്കിലും പഠിക്കുന്നതിന്റെ സ്റ്റാൻഡേർഡ് വേണ്ടേ. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് പറയരുത്. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. അതായത് ബി അൽഫാസേ, ഇത് കേട്ടോ ഇതിനകത്തെ പോയിന്റ്. ഇതൊന്നും ആട്ടോ ആരും തരില്ലാത്ത പോയിന്റുകൾ. കേട്ടോളൂ. അത് പിന്നെ എഴുതാതെ മുകളിലേക്ക് നോക്കിയിരിക്കരുത്. ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവരുത്. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്നൂടെ വായിക്കും. അതായത് അതിന്റെ അർത്ഥം ബി കൂടിയാൽ എ കുറയും. എന്താർത്ഥം? ബി കൂടിയാൽ എ കുറയും. ബി കൂടിയാൽ എ കുറയും. ഇനി അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ബൈ സി എന്ന് ഒരാൾ എഴുതി കൂട്ടിക്കും.
എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ബൈ സി എന്ന് വെച്ചാൽ രണ്ടർത്ഥം. ഒന്ന് എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി, രണ്ട് എ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി. കണ്ടാ, രണ്ടർത്ഥമുണ്ട്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം രണ്ടായിട്ട് എഴുതാം. ഇത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്ററിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഡിനോമിനേറ്ററിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഇതാ ഇത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിയുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റിയുടെ അർത്ഥം ഇത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഇൻവേഴ്സിലേക്കും ഡയറക്ട്ലിയുടെ തന്നെ ചിഹ്നമാണ്. ആ ചിഹ്നം അങ്ങനെ തന്നെ. പക്ഷെ ഇൻവേഴ്സ്ലി വരുന്ന എപ്പോഴാണെന്നറിയോ? മുകളിൽ 1 ഇട്ടിട്ട് താഴെ വന്നാൽ അതിന്റെ അർത്ഥം ഇൻവേഴ്സ്ലി എന്നാണ്. യഥാർത്ഥത്തിൽ അർത്ഥം എന്താ? ഒന്നുകൂടെ വിശദമായി പറഞ്ഞുതരാം. പിള്ളേർക്ക് എന്തും ആവശ്യമുള്ള ഒന്നുകൂടെ യഥാർത്ഥത്തിൽ വിശദമായി പറഞ്ഞുതരാം. കേട്ടോളൂ. അതായത് വിശദമായി തന്നെ എഴുതണം. ഇങ്ങനത്തെ സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടൂലാത്തത്. DP by DT വരെ സെക്കൻഡ് ലോ ഓഫ് മോഷനും ക്രിക്കറ്റും ഇതെല്ലാം പ്രിന്റഡ് നോട്ടിൽ അടിച്ചു കയറി വരും. കുട്ടികൾ കാണാതെ പഠിച്ചു പോകും. ഞാൻ ഈ പറഞ്ഞ സാധനം കിട്ടൂല. കേട്ടോ, എന്താ പറയാ? ഈ പ്രൊപ്പോർഷണൽ എന്താ പിള്ളേർ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇതിങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇയാൾ രണ്ടാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ ന്യൂമറേറ്റർ കൂടുമ്പോൾ ഇയാൾ കൂടും, ഡിനോമിനേറ്റർ കൂടിയാൽ ഇയാൾ കുറയും. എല്ലാ സാധനവും അങ്ങനെയാ പിള്ളേരെ, എല്ലാ സാധനവും അങ്ങനെയാ. എല്ലാ ഇക്വേഷനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എഴുതാൻ മടി വെക്കരുത്. 100% ഉറപ്പില്ലാത്ത കുട്ടികൾ വീണ്ടും വീണ്ടും എഴുതിക്കോളും. ഈ നോട്ട് ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് ഇടണം. എന്നിട്ട് എന്തെങ്കിലും സംശയം കെമിസ്ട്രിയിൽ വരുമ്പോ ഫിസിക്സിൽ വരുമ്പോ ഇത് 2 രൂപ തന്നെ. മാത്സിൽ ഇത് വരില്ല. മാത്സിൽ ഇത്ര പ്രശ്നമില്ല. ആകെ ഒരു +2 ഒരു സ്ഥലത്താ വരുള്ളൂ. വേറൊരു സ്ഥലത്തും ഇങ്ങനത്തെ മാത്സിൽ നിങ്ങൾക്ക് വരില്ല. മാത്സ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ ടൂള് മാത്രമാണ്. ഒരു സാധനം ഉപയോഗിക്കാൻ പഠിപ്പിക്കാറ്. ഉപയോഗിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയില്ല. അപ്പോഴാണ് ഐഡിയ വരുന്നത്. കെമിസ്ട്രിയിൽ ഒരുപാട് വരും, +2 വന്നു വരും. അപ്പൊ ഫിസിക്സിലാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ താഴെ കിടക്കുന്ന ആൾ അപ്പൊ രണ്ടർത്ഥം അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഒരാൾ മുകളിലാണ് ന്യൂമറേറ്റർ കൂടിയാൽ വില കൂടും, ഡിനോമിനേറ്റർ കൂടിയാൽ വില കുറയല്ലേ ഉള്ളൂ. എല്ലാത്തിനും ഡിനോമിനേറ്റർ കൂടിയാൽ വില കുറയല്ലേ ഉള്ളൂ. 3/2, 3/2, 3/3, 3/4, 3/5 ഉണ്ടാ. ഇത് കൂടുതോറും ഈ മൊത്തത്തിലുള്ള വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. 3/6, 1/2 ആയി പോകും. ഇത് 1, ഇത് 1/2, 1/2 ആയി. അപ്പൊ ഡിനോമിനേറ്റർ കൂടുന്തോറും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. റൈറ്റ്. ഇനി സെപ്പറേറ്റ് എഴുതുന്ന സമയത്ത് അതാണ് രസം. I will tell you once more. F is directly proportional to dP by dt. കറക്റ്റ് ആണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി എങ്ങനെയാണ് ഇതിനെ ചിന്തിക്കേണ്ടത് നോക്കിക്കോ. ഒരു പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുവാണ് മൊമെന്റം കൂടി, വാട്ട് വിൽ ഹാപ്പൻ ടു ഫോഴ്സ്? ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളാം. ശ്രദ്ധ പോരുത്. അതായത് ഇവിടെ പറയാണ്, ഒരാൾ പറയാണ് ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റത്തിന്റെ ചേഞ്ച് കൂടി, ഇൻക്രീസ് ചെയ്തു. ചേഞ്ച് ഇൻ മൊമെന്റം കൂടി, വാട്ട് വിൽ ഹാപ്പൻ ടു ഫോഴ്സ്? നമ്മൾ പറയും ഫോഴ്സ് വിൽ ഓൾസോ ഇൻക്രീസ്. കാരണം ആ സമയത്ത് DT യെ കുറിച്ച് ചർച്ചയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ കണ്ടാൽ അതിന് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ആൻസർ ചെയ്യുന്നത്. അതാണ് അങ്ങനെയാണ് സംഭവം. H is equal to I² RT. കേട്ടോളൂട്ടോ. ഞാൻ മൊത്തത്തിൽ സാധനമായിട്ട് പഠിപ്പിക്കണേ. എവിടെ ചെന്നാലും അവിടെ നമുക്ക് വേണ്ടി സബ്ജക്റ്റിന് വേണ്ടി ഞാൻ പഠിപ്പിക്കണേ. H is equal to I² RT. ഒരാൾ ചോദിക്കുവാണ്, ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, വളരെ ശ്രദ്ധിക്കണം. ദുൽഫുക്കറെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, അല്ല ഇത് H എന്ന് പറഞ്ഞ ഹീറ്റ് ആണ്, I കറണ്ട് ആണ്, R റെസിസ്റ്റൻസ് ആണ്, T ടൈം ആണ്. ദിസ് കംസ് അണ്ടർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ദുൽഫുക്കറെ ഒരാൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം കൂടിയാൽ ഹീറ്റ് എനർജിക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ പറയും ദുൽഫുക്കർ? സമയം കൂടിയാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഹീറ്റ് എനർജി? കൂടും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, അല്ല ഞാൻ ചോദിക്കട്ടെ മൈൻഡ് ബിയസ്, ഒരാൾ ചോദിക്കുക സാറേ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് യുവർ ആൻസർ മൈൻഡ്? ഹീറ്റ് കൂടും. അപ്പൊ ഓരോന്ന് പറയുമ്പോ മറ്റതിനെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട. ഇതിനെ കുറിച്ച് മാത്രമാണ് പറയണമെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ ഇയാളെ നമ്മൾ നോക്കണ്ട. അപ്പൊ എന്ത് പറയുന്നത്? H is directly proportional to R. നമുക്ക് അത് മാത്രം പറയാൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ മറ്റേ ആൾക്കാരുടെ മാറ്റത്തെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടുണ്ടാവരുത്. അപ്പൊ അയാളെ മാത്രം നമുക്ക് എടുക്കാൻ അതിനകത്തുനിന്ന്. ബിക്കോസ് അവർ എയിം ഇസ് ടു കണക്ട് ദാറ്റ് ടു. അവർ രണ്ടുപേരും കണക്ട് ചെയ്യാനാ. മറ്റേ ആൾക്കാരെ മാറണതായിട്ട് പറയണില്ല. ഇതാണ് പരിപാടി ഫിസിക്സിൽ. ഇക്വേഷൻ കെമിസ്ട്രിയിലേക്ക് അങ്ങനെ തന്നെ. പറഞ്ഞോ.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ DT വരില്ലേ? ഞാൻ പറയാം. അങ്ങോട്ട് വരാം. അപ്പൊ ഇത് കറണ്ട്, ഒരാള് കറണ്ടിനെ കുറിച്ച്, ആ കറണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടോ കറണ്ട് സ്ക്വയർ ആണ്, ഭയങ്കര മാറ്റാണ്. അപ്പൊ ഇത് ന്യൂമറേറ്ററിൽ മാത്രം. അതേപോലെ ഇതാണ് എന്റെ ഐഡിയ. ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്നപ്പോ നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാണ് ആള് കൈ വലിച്ചത്, ബാക്കിലേക്ക് വലിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലായി ബാക്കിലേക്ക് വലിക്കുമ്പോൾ സമയം കൂടുതലാണ്. ഏത് സമയം? ഈ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ എടുത്ത സമയം. ആ സമയത്തിന്റെ ലെറ്റർ ഇതാണ്. ഈ DT ആണ് ആ സമയം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് താഴെ കിടക്കുന്ന ടൈം എന്തിനു വേണ്ടിയാ? ഈ മോളിലെ ചേഞ്ച് ചെയ്യാൻ എടുത്ത സമയം. അപ്പൊ ഇതാണ് കൂടുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ, നിർബന്ധമില്ല, നിങ്ങൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ കേൾക്കുമ്പോൾ മാർക്ക് കിട്ടും. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് കിട്ടും. പക്ഷെ അടുത്ത ലെവലിൽ വെക്കണമെങ്കിൽ ഇത് വേണം. ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് F is inversely proportional to DT. ഇങ്ങനോട് എഴുതി എന്താ അതിന്റെ അർത്ഥമാണ്? ആണ് ടൈം കൂട്ടി. അപ്പൊ നമ്മൾ പറയും therefore when DT increases, ഇത് എന്റെ ഷോർട്ട് ഫോം ആട്ടോ, ഇങ്ങനെ ഇടുന്ന പരീക്ഷയ്ക്ക്. DT കൂടുമ്പോൾ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി, അപ്ലൈഡ് ഓൺ അവർ ഹാൻഡ്സ്, വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാം. നമ്മുടെ കയ്യിൽ ആക്ട് ചെയ്ത ഫോഴ്സ് ഡിക്രീസസ്. പരീക്ഷയ്ക്ക് ചോദ്യം തസ്കിന ഇത് എഴുതാൻ മടിച്ചാലോ? തസ്കിനൊന്നും ഞാൻ കൃത്യമായ ട്രാക്കിൽ കയറിയിട്ടില്ല ഇതുവരെ. ഇത് എഴുതാൻ മടിച്ചിട്ട് അങ്ങോട്ട് വാ പൊളിച്ചിരുന്നാൽ കിട്ടൂലത്. എന്നിട്ട് നമ്മൾ നാളെ ഇന്ന് വൈകിട്ട് പഠിക്കാൻ നേരത്തെ ഒന്നുമില്ല, എന്താ പഠിക്കേണ്ടത് അറിയില്ല. ഇനിയിപ്പോ പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ, നിങ്ങൾ ഏതായാലും പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. തീരെ ശ്രമിക്കാത്ത കുട്ടികൾ ഇടകേറാണ് നമ്മുടെ അടുത്ത് വരില്ല. അത് നമ്മൾ ഉണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ലല്ലോ. പിന്നെ പഠിക്കാൻ നേരത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് മാറണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ്. വീണ്ടും ചോദിക്കണം, വീണ്ടും എഴുതണം, വീണ്ടും എന്നോട് ചോദിക്കണം, വീണ്ടും എഴുതണം. ഓക്കെ സാർ പറഞ്ഞോ. ലാസ്റ്റ് എഴുതിയേക്കണ എന്നാ? ഇതാണോ ഫോഴ്സ് അപ്ലൈഡ് ഓൺ അവർ ഹാൻഡ്സ്? ഇതാണോ ഉദ്ദേശിച്ചത്? അതെ. നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? അപ്പോ ഇത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇതാണ് ടൈം ടേക്കൺ. ഇത് നമ്മുടെ അപ്ലൈ ഫോഴ്സ്. അത് ഡിക്രീസ് ചെയ്യും, DT ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ബോളിന്റെ കേസിൽ, മുട്ടയുടെ കേസിലോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എഗ് ഡിക്രീസസ്. ഇപ്പൊ ഒരു മൊബൈലിന്റെ മുകളിൽ കവർ ഇട്ടിട്ട്, എന്തിനാണ് കവർ? ഇതേ ആൻസർ നമ്മൾ എഴുതണേ. കവർ DT F is directly proportional to DP by DT. That is F is inversely proportional to DT. എന്നിട്ട് പറയും when DT increases force applied on the gadgets and applied on the mobile inside the packet decreases, hence it is safe. ആരോണൊക്കെ എഴുതിയിട്ടുണ്ടോ? ഏത് ചോദ്യം ചോദിച്ചാൽ ഈ പോയിന്റ് പറയാൻ പാകത്തിന് എഴുതിയിട്ടുണ്ടോ? യെസ് സർ, എഴുതിയിട്ടുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാലും നിന്റെ പേരന്റിനെ എന്തിനാ വിളിച്ചത് സ്ലീപ്പി മോഡ് എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചല്ല കേട്ടോ. നീ ഒരു സ്ലീപ്പി മോഡും അല്ല, അത് മാറിപ്പോയി വിളിച്ചതാ കേട്ടോ. അയ്യോ ഇല്ല വിപ്ലവല്ലേ വീട്ടില്. അതെന്താ സംഭവം വെച്ചാ ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇരിപ്പ് കണ്ടാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിന്റെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നും. നിന്റെ ക്യാമറയുടെ പൊസിഷന്റെയാ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നും. ഞാൻ പറഞ്ഞു അവനൊരു പ്രശ്നമില്ല. ഓഫീസുകാരാ വിളിച്ചേ. ഞാൻ പറഞ്ഞു അവനൊരു പ്രശ്നമില്ല, അവൻ വളരെ ആക്റ്റീവാന്ന് പറഞ്ഞു. നിന്റെ ഇരിപ്പ് ഇങ്ങനെ കണ്ടാലേ ഇങ്ങനെ വളഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇത് നോക്കാൻ വേറെ ആൾക്കാരോട് ഉണ്ടല്ലോ, എനിക്കിത് മാത്രം നോക്കിക്കൊണ്ടിരുന്ന പഠിപ്പിക്കുകയാണ് പോയി. റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവന് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വളരെ ആക്റ്റീവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ കേട്ടോ, അത് വിളിച്ചു പറഞ്ഞു കേട്ടോ, പേടിക്കണ്ട. നിന്റെ ഇരിപ്പിങ്ങനെ ക്യാമറ ഇത് പൊസിഷൻ നോക്കുന്നത് വേറെ ആളാണല്ലോ. ഓരോ ക്ലാസിന്റെ കുട്ടികളെ എങ്ങനെ ഇരിക്കുന്നത് എന്താ രാവിലെ കുട്ടികൾ മൊബൈലിൽ ഇരിക്കുമ്പോൾ അങ്ങനെ നോക്കണം, നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിന്റെ അങ്ങനെ നോക്കണം. അപ്പൊ അങ്ങനെ വിളിക്കണേ കേട്ടോ. ശരി. അപ്പൊ ഫോഴ്സ് അപ്ലൈഡ് ഓൺ അവർ ഹാൻഡ്സ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. വലിയൊരു ആൻസർ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ടോ? ഇനി പ്രശ്നമുണ്ടോ? പറഞ്ഞോ. എനിക്കിന് വൈഡായിട്ടേ പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ആൻസർ തരില്ല ഞാൻ. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ തന്നാൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതിനകത്ത് 10 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷോക്ക് അബ്സോർബർ ചോദിക്കാം, മണലിന്റെ ചോദിക്കാം, എന്തുകൊണ്ട് ചോദിക്കാം, ഓരോന്നും തരാൻ പറ്റുമോ? അപ്പൊ ജനറൽ പോയിന്റുകൾ ഇത്ര എഴുതിക്കോ. ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ പറ. ആൻസർ എങ്ങനെ എഴുതണമെന്ന് സംശയം ഉണ്ടെങ്കിൽ പറ. പറയോ ഒന്നോട് പറയൂ.
ഏത് ചോദ്യം ചോദിച്ചാലും പറയും ഫസ്റ്റ് പറയേണ്ട അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is directly proportional to dp by dt. That is, force is directly proportional to rate of change of momentum dp by dt. That is, F is inversely proportional to dt. F is inversely proportional to dt. And dt, ഇത്രയും പറഞ്ഞിട്ട് ഇനി ആരാണ് പറഞ്ഞത് dt? When he moves his hands backwards, അല്ലെങ്കിൽ when China wires are used, when straw is used, വൈക്കോല് ഉപയോഗിച്ചാൽ, when papers are used, when air bubbles are used, എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ when shock absorbers are used, dt increases. Therefore, അത്രയുള്ള പരിപാടി. ഇതങ്ങോട്ട് തിരിയുന്നത് വരെ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കണമെന്നാണ്. Therefore, force applied on the body. എന്താണോ അത്? Force applied on the egg decreases. Therefore, it is safe. Ali cricketer, therefore, he feels he feels very smooth while holding a catch. ഇതാണ് അതിന്റെ രീതി. ക്ലിയർ? ശരി. ക്വസ്റ്റ്യൻ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒറ്റ മാർക്ക് അല്ലെങ്കിൽ കൂടി വന്ന 2 മാർക്ക്. പക്ഷെ നിങ്ങളത് കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഇത്ര സമയം ഞാൻ കളയണം. ഇനിയും അത് തെറ്റാവരുത്. മുന്നോട്ട് പോട്ടെ. ശരി, പ്രശ്നമില്ലേ? ഞാൻ അടുത്തത് ഇതിന്റെ ബാക്കി നമ്മൾ പറയാൻ പോകും. ഒരു ചെറിയ ഡെറിവേഷൻ എന്തിന്റെ? ഫോഴ്സിന്റെ ഇക്വേഷന്റെ ഡെറിവേഷനാണ്. സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഡെറിവേഷൻ, ചെറിയ ഡെറിവേഷൻ നോക്കിയോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറയും the force applied is directly proportional to rate of change of momentum. F is directly proportional to dp. Therefore, നമ്മൾ പറയും F is directly proportional to dp by dt. ഇനി നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകും. ഒന്നുമില്ല ഇതിനകത്ത്, വളരെ സിമ്പിൾ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ചെറിയ ക്ലാസ്സിൽ. എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ശരി, ആരാ പറഞ്ഞ എന്ന് പറഞ്ഞ റസ്കിന എന്താ ചെയ്യുന്ന? പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റുമ്പോ ഈക്വൽ ടു ആക്കുമ്പോ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരിക എന്നാണ് സയൻസ് പറയുന്നത്. പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. അത് എന്ത് കോൺസ്റ്റന്റ്? ഓരോരുത്തരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. കൺഫ്യൂഷൻ ചോദിച്ചോളണം. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് കെ ആണ്. ഇതൊരു ഭയങ്കര സംശയം ഉണ്ടാക്കുന്ന എല്ലാവർക്കും, ചിന്തിക്കുന്നവർക്ക് സംശയമുണ്ട്, അല്ലാത്തവർക്ക് സംശയമില്ല. അത് അപ്പുറം മ്യൂ അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കാൻ പാടില്ല. ഓരോ സ്ഥലത്തും ഓരോന്നാണ്. അതാണ് സയന്റിസ്റ്റുകൾ ശരിക്കും പഠിക്കുന്നത്. എന്ത് കോൺസ്റ്റന്റാ കൊണ്ടുവരേണ്ടതെന്ന് സയന്റിസ്റ്റുകൾ പഠിച്ചിട്ടാ തീരുമാനിക്കുന്നത്. ഇവിടെ ശരിക്കും ഐസക് ന്യൂട്ടൺ പഠിച്ചു. ഐസക് ന്യൂട്ടൺ പഠിച്ചിട്ട് ഒരു വാല്യൂ കെ കൊടുത്തു. കെയുടെ വാല്യൂ അദ്ദേഹം കണ്ടുപിടിച്ചത് 1 ആണ്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് പഠിച്ചതാണ് കെ. അപ്പൊ ഇപ്പൊ ആദ്യം നമ്മൾ എഴുതുമ്പോൾ കെ എന്ന് എഴുതും. കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് കെ ഇസ് ഇക്വൽ ടു 1. therefore എഫ് ഇസ് ഇക്വൽ എന്തായി? ഡി പി ബൈ ഡി ടി. പക്ഷെ എല്ലാ സ്ഥലത്തും 1 ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. വേറെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ 1 ആണെന്ന് നിർബന്ധമില്ല. കെയുടെ വാല്യൂ ചില സ്ഥലത്ത് 1 അല്ല. ചില സ്ഥലത്ത് കെ ഉപയോഗിക്കാം, ചില സ്ഥലത്ത് എപ്സിലോൺ 0 ഉപയോഗിക്കും, ചില സ്ഥലത്ത് മ്യൂ 0 ഉപയോഗിക്കും, ചില സ്ഥലത്ത് ക്യാപിറ്റൽ ആർ ഉപയോഗിക്കും. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇത് മാറ്റുക. വി ഈസ് ഇക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് തന്നെ. ഇതാണ് അവിടുത്തെ കോൺസ്റ്റന്റ്. ഇതൊരിക്കലും 1 അല്ല. ഇതിന്റെ പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇറ്റ് വേരീസ്. ശരി, അപ്പൊ എഫ് ഈസ് ഇക്വൽ ഡി പി ബൈ ഡി ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ഹാവ്, നമ്മുടെ കയ്യിൽ പിക്ക് ഇക്വേഷൻ ഉണ്ട്. പി ഈസ് ഇക്വൽ ടു എന്താ പിയുടെ ഇക്വേഷൻ? പിയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചാക്കണേ? പി ഈസ് ഇക്വൽ ടു r omega. വി അല്ല, പി 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 mv. അതെ, ആർ ഒമേഗ അവിടെ വന്നേ.
ആർ ഒമേഗ വി ആണ്, വി. ഞാൻ എഴുതിയുണ്ട് പി ആണ്. ആ അങ്ങനെ കേട്ടെ. ശരി. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പി ഇസിക്വൽ ടു എം വി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore f is equal to, അപ്പൊ എന്തായി പോകും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാവരും കാണട്ടെ. എന്റെ കൂടെ എഴുതുണ്ടല്ലോ അല്ലെ? എന്റെ കൃഷ്ണാനന്റെ മോനെ എന്റെ കൂടെ എഴുതാത്തെ. എന്റെ കൂടെ എഴുതി പോട്ടെ. എന്ത് കിട്ടി? f is equal to എന്ത് കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ എന്ത് കിട്ടി? ഷാമിൻ പറ, ഷാമിൻ എന്ത് കിട്ടി? dp by dt into mv. അങ്ങനെ ഡി ടി ബൈ ഡി ടി എങ്ങനെ എവിടെ നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? ഞാൻ ആ mvനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയല്ല. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് പി ഇൻ വേണേ ഇതിന് 1 എന്ന് കൊടുത്തോ. ഇതിന് 1 എന്ന് വിളിക്കും ഇക്വേഷൻ 1 ഉണ്ടോ? ഇങ്ങനെയാണ് ശരിക്കും. അങ്ങനെ വേണേ എഴുതാം. അങ്ങനെ എഴുതുന്ന നിർബന്ധമില്ലെന്നേ. ചെറിയ പരിപാടിക്ക് അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. എങ്കിലും എഴുതിയാൽ ചിലവർക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1 കിട്ടുന്ന ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ വര വരച്ച് വട്ടം ഇട്ടാൽ അത് ഇക്വേഷൻ വായിക്കണേ. അപ്പൊ ഈ പി യെ കൊണ്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും പറ? അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് കിട്ടൂടാ ഒന്ന് പറഞ്ഞേ? f is equal to ഷാമിനോടാ ചോദിക്കണേ. f is equal to എന്താ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞേ? അത് ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കണം. എങ്ങനെ എവിടെ ഇട്ട് കൊടുക്കണേ? എവിടെയാ കൊണ്ട് ഇട്ട് കൊടുക്കാൻ പോണേ? ആർക്ക് പാര ഇട്ട് കൊടുക്കാൻ പോണേ? പിക്ക് പറ. നീ പറ പിക്ക് പറ. പി എന്ന് പറയുമ്പോ ആരവിടെ പി? ഇതാണ് പി. ഇതാണ് പി. ഇയാൾക്ക് വരെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും? അപ്പൊ അവിടെ mv വരും. അവിടെ എന്ത് വരും? നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കുറവാണ്. അപ്പൊ എം വി വരുമ്പോ ഒരുമിച്ച് എഴുതാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഡി ബൈ ഡി ടി എഫ് എം വി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനി ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി പഠിപ്പിച്ചിരുന്നു, ഐഡിയ പഠിപ്പിച്ചിരുന്നു. ഈ ഡി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചാണ്. ഡി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചാണ്. ഡി ബൈ ഡി ടി ഇങ്ങനൊരു സാധനത്തെ കുറിച്ച് ഞാൻ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു. വ്യക്തമായി ഞാൻ പഠിപ്പിച്ചതാ. ആകെ ആമിനെയും അനന്തുമാണ് കൈ നോക്കിയിട്ടുള്ളൂ. അനന്തുരാജ് വ്യക്തമായി ഞാൻ പഠിപ്പിച്ച ഡി ബൈ ഡി ടി. എന്താ ആമിനെ ഉദ്ദേശിച്ചത്? ഡി ബൈ ഡി ടി എന്ന സാധനത്തെ മാത്രം ഞാൻ പഠിപ്പിച്ചിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ സ്ട്രോങ് ആകുള്ളൂ. ഈ മാത്തമാറ്റിക്കലി ചിന്തിച്ചാൽ പറ്റൂല. 10ാം ക്ലാസ്സിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ പറ്റൂല. ഇതാണ് പഠിക്കേണ്ട വീട്ടിൽ പോയി. ഡി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ചിന്റെ അളവ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആമിന, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുടെയൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാ വന്നാണ്? ഇപ്പൊ ആരുടെയൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാ വന്നാക്കണേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എം ആരാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എം ആരാ? പിന്നെ മറ്റേ ആളാരാ? വെലോസിറ്റി. അപ്പൊ ആരുടെയൊക്കെ ചേഞ്ച്? മാസിന്റെയും വെലോസിറ്റിയുടെയും. ഇതിന് ഡിഫറൻഷിയേഷൻ എന്നാ പറയണേ. മാത്തമാറ്റിക്സിൽ ഡിഫറൻഷിയേഷൻ ഇതിനെ പറയണേ. അത് പിന്നെ വിശദമായി ഫുള്ള് +2 ഇതാ പഠിക്കാറുള്ളത്. 5 ചാപ്റ്റർ പഠിക്കാറുണ്ട്. ഇത് ഫുള്ള് അതാണ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ ആമിനെ അടുത്ത് ഒറ്റ ചോദ്യം. ആമിന, ഇതിനകത്ത് ഈ മാസ് കൊണ്ട് വെലോസിറ്റി ഉണ്ട്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്യുന്നതിന്റെ അളവ്. ഞാൻ ചോദിക്കട്ടെ ആമിന, ഈ മാസിലും വെലോസിറ്റിയിലും ചേഞ്ച് ചെയ്യില്ലാത്ത ഒരാളുണ്ട്. ആരാണെന്നറിയാം? മാസാണോ വെലോസിറ്റി ആണോ ചേഞ്ച് ചെയ്യില്ലാത്തത്? മാസ് ചേഞ്ച് ചെയ്യും. മാസ് ചേഞ്ച് ചെയ്താൽ ആ സാധനം പൊട്ടിപ്പോകില്ലേ? ഐറ്റം പൊട്ടിപ്പോകും. മാസ് ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം കേട്ടോ? മാസ് ചേഞ്ച് ചെയ്ത് പിന്നെ അതിന്റെ ഉള്ളിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ മാസ് പുറത്തെഴുതും. ചേഞ്ച് ഇല്ലല്ലോ. ബാക്കി ആരാളെ? ഡി ബൈ ഡി ടി ഓഫ് ആരാ? വി. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. അതിന്റെ ഒപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കും. ഡി ബൈ ഡി ഇതിന് മാത്സ് ആയി പഠിപ്പിക്കും. ഞാൻ ഇപ്പൊ പഠിക്കുന്നത് ഫിസിക്സ് അല്ല, മാത്സ് ആണ്. അതിന് ഡിഫറൻഷിയേഷൻ. ഡി ബൈ ഡി ടി ചേഞ്ച് പഠിപ്പിക്കണമെങ്കിൽ മാസ് ചേഞ്ച് സംഭവിക്കില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ പറയേണ്ട ആവശ്യമില്ല.
ചേഞ്ച് ലീപ്പിനെ അയാളെ മാറ്റി നിർത്താം. ആ മാസം പുറത്തു കൊടുത്തു. എന്തായാലും ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇയാളെ പരിചയമുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരുന്നു. ആരാ പരിചയം? ആർക്കാ പരിചയം? ആ ശരി. ഒന്ന് പറയാം ഫിദ. ആരാ ഫിദ? Rate of change of velocity. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈ ആളെ ഒറ്റ വാക്ക് എന്താ ഫിദ? ഇയാളുടെ ഒറ്റ വാക്കുണ്ട്. ആരാ ഇതിലെ? Acceleration. ആക്സിലറേഷൻ. ഏത് ഏഞ്ചലാ പറഞ്ഞേ? ഏഞ്ചൽ ബേബിയാണോ? ആരാ പറഞ്ഞേ? Angel baby. ശരി. അപ്പൊ മാസ് ഇൻടു ആക്സിലറേഷൻ. അങ്ങനെ എന്ത് ഫോമുല എത്തി? F is equal to ma. ഇത് പണ്ടേ പഠിച്ച ഫോമുല. ഇങ്ങനെയാണ് ഫോമുല വരുന്നത്. ഇതാണ് അതിന്റെ ഡെറിവേഷൻ. ഇത് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കും എന്നുള്ളതാണ് വേറെ രസം. 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കും ചിലവരെ CBSE. അപ്പൊ അതിന് വേറെ രീതിക്കാം റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ പോകും. പക്ഷെ ഒന്നുമില്ല ഇതിനകത്ത്. എന്താ ഉള്ള സംഭവമില്ല. നിങ്ങൾക്ക് ആ കയറി വരുന്നതുകൊണ്ട് കുറെ സമയം എടുക്കുന്നതാ. ഓക്കെ, ക്ലിയർ. പിന്നെ അതിപ്പോ എന്താ ഉള്ളത്? ആകെ ഓർത്തിരിക്കുക എന്ത് മാത്രം? സെക്കൻഡ് ലെവൽ എഴുതുക, പിയുടെ സ്ഥലത്ത് MB ഇട്ട് കൊടുക്കുക, പണി തീർന്നു. അപ്പൊ ഇതിനൊരു ഹിസ്റ്ററി, എല്ലാ ഡെറിവേഷൻ ഒരു ഹിസ്റ്ററി എന്നൊരു സാധനം ഞാൻ പഠിപ്പിക്കാറുണ്ട്. പുതിയ കുട്ടികൾ കേട്ടുള്ള ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇത് ഓർത്തിരിക്കാന്ന്. ഒറ്റ കേസുള്ളൂ. ആദ്യം സെക്കൻഡിലോടെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് P = MB അതിനകത്ത് ഇട്ട് കൊടുക്കുക, തീർന്നു. പിന്നെ F = MA എന്തായാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യും. ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുമാത്രം ഓർത്താൽ മതി? സെക്കൻഡിലോ എഴുതുക, P = MA അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ F = MA ആവും. പ്രശ്നമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നങ്ങൾ അപ്പപ്പോ ഉണ്ടാവട്ടെ. പറഞ്ഞോ. MdV/dt കഴിഞ്ഞിട്ട് F = MA ഒന്ന് എങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരോ? dV/dt ഉണ്ടല്ലോ സന, ഇന്നലെ ഞാൻ പഠിപ്പിച്ചത്. dV/dt വെലോസിറ്റിയുടെ ചേഞ്ച്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായാലും എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോലെ ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ dV/dt ഒറ്റ വാക്കാണ് ആക്സിലറേഷൻ. ഇനിയെന്താ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും കേട്ടോ. 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 10 പേർക്ക് 10 സ്ഥലത്തായിരിക്കും പ്രശ്നം. യു ഹാവ് ടു അഡ്രസ്. ശരി. ഇനി നമ്മുടെ ഇത് 9ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചു നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നാം. dV/dt എന്നുള്ള ആക്സിലറേഷൻ ആണ് സ്റ്റാൻഡേർഡ് 11ാം ക്ലാസ്സിൽ. ഇനി ഇതിനുപരി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചോളാം. ഇതിനൊരു അർത്ഥത്തോടെ ശ്രദ്ധിച്ചോ നിങ്ങൾ കേട്ടോ. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചോ. അപ്പൊ സെക്കൻഡ് ലോയിൽ നിന്നും ഫോഴ്സിന് ഐസക് ന്യൂട്ടൺ ഇക്വേഷൻ ഉണ്ടാക്കിയത് വളരെ ഫേമസ് ഇക്വേഷൻ F = MA. അത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലോയിൽ നിന്നുമാണ് ഉണ്ടായത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ സെക്കൻഡ് ലോയിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇനി ഞാൻ പറയാൻ പോണെന്ന് അറിയാമോ? ഇതിന്റെ അർത്ഥത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോളൂ. ഒരു ബോഡി കേട്ടോ, വളരെ ശ്രദ്ധിച്ചോളൂ. ഇതാണ് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം. നമുക്ക് പ്രോബ്ലം ആവശ്യമാണ്. B എന്ന് പറഞ്ഞ ഒരു ബോഡി, A എന്ന് പറഞ്ഞ ബോഡി വന്ന് ഇടിക്കുകയാണ്. B എന്ന് പറഞ്ഞ ബോഡിയിൽ A എന്ന് പറയുന്ന ഒരു ബോഡി വന്ന് ഇടിക്കുകയാണ്. ഫോഴ്സ് ഓൺ ബിയിൽ A കൊടുക്കുന്ന ഫോഴ്സ് ബൈ A ഈസ് ഈക്വൽ ടു, ഞാൻ വളരെ ശ്രദ്ധിച്ചോളൂ, പ്രോബ്ലം ചെയ്യാൻ വളരെ ശ്രദ്ധിച്ചോളൂ. ഫോഴ്സ് ഓൺ B, അതായത് ബിയിൽ A വന്ന് ഇടിക്കുമ്പോ A ബിയുടെ മേളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ശരി, അത് കണ്ടുപിടിക്കാൻ F = MA എഴുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരുടെ M എടുക്കണം, ആരുടെ ആക്സിലറേഷൻ എടുക്കണം? എയ്ക്കും മാസ് ഉണ്ട്, ഇത് മാസ് ഓഫ് എയ്ക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്, അത് ആക്സിലറേഷൻ ഓഫ് എ. ഇയാൾക്കും ഉണ്ട് മാസ്, ഇയാൾക്കും ഉണ്ട് ആക്സിലറേഷൻ. ആരുടെ ആണ് ഇവിടെ ഞാൻ എഴുതുന്നത്? പറയാൻ റെഡി ആയിരുന്നു. ശ്രദ്ധിച്ചോളൂ, പ്രോബ്ലം ചെയ്യുമ്പോൾ സംശയം വരും.
എ വന്ന് ബിയിൽ ഇടിക്കുകയാണ്. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ബി ബൈ എ. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇടിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതാണ്. അതുപോലെ എ ബിയുടെ മേളിൽ ഇടിക്കുമ്പോ എത്ര ഫോഴ്സ് ആണ് ബിയുടെ മേളിൽ എ കൊടുത്തെന്ന് അറിയണമെങ്കിൽ ആരുടെ മാസം എടുക്കണം, ആരുടെ ആക്സിലറേഷൻ എടുക്കണം? രണ്ടുപേർക്കും ഉണ്ടല്ലോ, രണ്ടുപേർക്കും മാസം ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആരുടെ എടുക്കണം? ശരി, ഏടെ എടുക്കണം എന്നുള്ളത് കൈ നോക്കിക്കേ. ഏടെ എടുക്കണം എന്നുള്ളത് കൈ നോക്കിക്കേ. എയുടെ മാസാണ് എടുക്കേണ്ടത്, എയുടെ ആക്സിലറേഷൻ ആണ് എടുക്കേണ്ടത്. അത് എയുടെ മാസാണ് എടുക്കേണ്ടത്, എയുടെ ആക്സിലറേഷൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൈ നോക്കി. കൂടുതൽ പേരും അതിനോടാണ്. ശരി, ബിയുടെ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ബിയുടെ മാസാണ് എടുക്കേണ്ടത്, ബിയുടെ ആക്സിലറേഷൻ ആണെന്നുള്ളൊരു കൈ നോക്കി. സംശയമാണ് അല്ലേ? സംശയമാണ്. ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യും. ഒരു പ്രോബ്ലം ഇട്ടുണ്ട്. എക്സർസൈസ് ഞാൻ നോക്കട്ടെ. എക്സർസൈസ് ഒന്ന് എടുത്ത്, എക്സർസൈസ് എക്സാമ്പിൾ എടുത്ത്, എക്സാമ്പിൾ 5.2 എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുത്ത്. 5.2 എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ നിങ്ങളെല്ലാവരും കയ്യിൽ എനിക്കൊരു സംശയം, ഇത് എങ്ങനെ പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തും, അതിനു വേണ്ടിയാണ്. എക്സാമ്പിൾ 5.2 എന്ന് എടുത്ത് എല്ലാവരും NCERT 5.2 കിട്ടിയ ആയിഷ? ക്വസ്റ്റ്യൻ വായിച്ചു ആയിഷ, കേൾക്കട്ടെ. A bullet of mass 0.04 kg moving with a speed of 19 meter per second enters a heavy wooden block and is stopped after a distance of 16 centimeter. What is the average resistive force exerted by the block on the bullet? കേട്ടോ കേട്ടോ, അതാണ് ഒരു എക്സാമ്പിൾ. അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നത് ആയിഷ. എക്സർസൈസ്, എനിക്ക് സംശയം ഒന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരുന്നത്. എക്സർസൈസ് എടുത്ത ആയിഷ, ബാക്കിൽ എക്സർസൈസ് 5.5 അഞ്ചാമത്തത്. A constant retarding force of 15 Newton is applied to a body of mass 20 kg moving initially with a speed of 50 meter per second. How long does the body take to stop? How long does the body take to stop? ശരി, ഞാൻ പറഞ്ഞുതരാം. രണ്ട് കേസ് നിങ്ങൾ കണ്ടു. ഒരു കേസിൽ കണ്ടെന്നറിയാം, നോക്കട്ടെ. ഉള്ളിൽ ഒരു ബുള്ളറ്റ് ആദ്യത്തെ കേസിൽ കണ്ടെങ്ങനെയാണെന്നറിയാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു പ്രോബ്ലം ശരിക്കും ഐഡിയ ആദ്യം ചിന്തിച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചിന്തിക്കേണ്ട, ഐഡിയ ചുമ്മാ ഐഡിയ, ബേസിക് ഐഡിയ ചിന്തിച്ചാൽ മതി. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഒരു ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് എന്ന് അങ്ങോട്ട് കയറുകയാണ്. ചോദ്യം ചോദിച്ചത്, ആ ബുള്ളറ്റ് കയറി എൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞിങ്ങനെ കയറി. ചോദ്യം ചോദിച്ചത്, എത്ര ഫോഴ്സ് ഈ ബുള്ളറ്റില് എത്ര ഫോഴ്സ് ഈ വുഡൻ ബ്ലോക്ക് കൊടുത്തു? ഈ ബുള്ളറ്റിലേക്ക് എത്ര ഫോഴ്സ് ഈ ബ്ലോക്ക് കൊടുത്തു എന്നാ ചോദിച്ചത്. ബ്ലോക്കിലേക്ക് ചെന്ന് കയറിയപ്പോ ബ്ലോക്ക് എത്ര ഫോഴ്സ് കണ്ടോ ഐഷ? ആദ്യത്തെ എക്സാമ്പിൾ ഒന്നും വായിച്ച ഐഷ. A bullet of mass 0.04 kg moving with a speed of 19 meter per second enters a heavy wooden block and is stopped after a distance of 16 centimeter. കണ്ട, കുറെ നീങ്ങിയിട്ട് പോയി നിന്നു ബുള്ളറ്റ്. പിന്നെ What is the average resistive force exerted by the block on the bullet? കണ്ട, ബൈ ദ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്. ബ്ലോക്ക് ബുള്ളറ്റിൽ എത്ര ഫോഴ്സ് കൊടുത്തു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കട്ടോ, നമ്മൾ നോക്കേണ്ടത് എവിടെയാണോ ഫോഴ്സ് ആക്ട് ചെയ്തത്, ബിയിലാണ് ഇയാൾ ഫോഴ്സ് ആക്ട് ചെയ്തത്. എ വന്ന് ആക്ട് ചെയ്ത് ബിയിലാണ്. നമ്മൾ നോക്കേണ്ടത് ബിയുടെ മാസ്, ബിയുടെ ആക്സിലറേഷൻ. വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും മാറിയാ പറഞ്ഞത്. എനിക്ക് തോമസ് മാത്രമാണ് തിരിച്ചു പറഞ്ഞത്. പക്ഷെ അതിന്റെ ഐഡിയ വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. സംശയം വരും. എ വന്ന് ബിയിൽ ഫോഴ്സ് കൊടുക്കണം,
അപ്പൊ ബിയിൽ എത്ര ഫോഴ്സ് കൊടുത്തു നമ്മൾ അറിയണമെങ്കിൽ ഉണ്ടല്ലോ പിള്ളേരെ. ബിയുടെ മാസ് എവിടെയാണോ നമ്മൾ ബലം കൊടുത്തത്, അപ്പൊ എത്ര ബലം കൊടുത്തു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണോ നമ്മൾ കൊടുത്തത് ആ കൊടുത്ത ആൾക്ക് എന്ത് ആക്സിലറേഷൻ സംഭവിച്ചു, അയാളുടെ മാസ് എത്രയാണ്, അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര ഫോഴ്സ് ആണ് ആക്ട് ചെയ്തത്. ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം, വ്യക്തമായി എഴുതിക്കോളാം. ഞാൻ നിങ്ങളൊരു ഇടി ഇടിച്ചു, ഞാൻ നിങ്ങളെ ഇടിച്ചു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് തരാണ്. നിങ്ങൾക്ക് കിട്ടിയ ഫോഴ്സ് എത്രയാണെന്നെങ്കിൽ എന്റെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ മാസ്, നിങ്ങൾക്ക് സംഭവിച്ച ആക്സിലറേഷൻ. ഇത് ഒന്ന് ഭീമ എഴുതണ കണ്ടു, മൂസിന് എഴുതണ കണ്ടു, അർഷദ എഴുതണ കണ്ടു. അത് എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത് ആ ഒരു സ്റ്റൈലിലേക്ക് വന്നെന്നാ ഞാൻ പറയണം. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അതല്ലേ. മനസ്സിലായി പറയും. ഇല്ലെങ്കിൽ പറഞ്ഞാൽ അതുള്ളൂ ഓപ്ഷൻ. അനന്ത് പറഞ്ഞൊരു അപ്പൊ തന്നെ സാറേ കിട്ടിയില്ലയോ. ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു അവസ്ഥയില്ല, സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ ഒരു അവസ്ഥയില്ല. ഒന്നല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതിന്റെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റുമോ? അതേപോലെ ഒന്നല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ എഴുതൂ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ സംശയമുണ്ട്, അത് അപ്പൊ തന്നെ ചോദിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മിഠായി തന്ന് ചായ കുടിപ്പിച്ചിട്ട് സംശയം താ എന്നാ ചായ കുടിച്ചോ, സംശയം പറ എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനത്തെ ശീലം മാറണം നിങ്ങളുടെ ജീവിതത്തിൽ. ശരി, ഞാൻ പറയാം. ഞാൻ നിങ്ങളെ ഇടിച്ചു, അങ്ങനെ ബെസ്റ്റ്. അല്ലെങ്കിൽ വേണ്ട, ഫുട്ബോൾ കിക്ക് ചെയ്യണ എക്സാമ്പിൾ എടുക്കാം. ഒരു ഫുട്ബോളെ ഒരാൾ അടിക്കുന്നത്, നമ്മുടെ കാലാണ് എവിടെ ആക്ട് ചെയ്യണേ, ഫുട്ബോളിലേക്ക് ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഫുട്ബോളിൽ എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്. ഫുട്ബോളിൽ എന്ത് സംഭവിക്കും, ആക്സിലറേഷൻ സംഭവിക്കും. കാരണം ചുമ്മാ ഇന്ന ഫുട്ബോളാ, വെലോസിറ്റി എത്രയാണ് ചുമ്മാ 0. അവൻ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പൊ അവൻ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ ഫുട്ബോളിന് കിട്ടിയ ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കാലിന്റെ മാസ് എടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ കാലിന്റെ ആക്സിലറേഷൻ എടുത്തിട്ട് കാര്യമില്ല. ആരുടെ എടുക്കണം, ഫുട്ബോളിന്റെ മാസ്, ഫുട്ബോളിന്റെ ആക്സിലറേഷൻ. അപ്പൊ മനസ്സിലാവും ഫുട്ബോളിന് എത്ര ഫോഴ്സ് കിട്ടി. നീ ആരാന്ന് അറിയില്ലെങ്കിൽ നിന്റെ ഫോട്ടോ എടുത്ത് നിന്നെ തന്നെ കാണിച്ചിട്ടുന്ന ഒരു ഡയലോഗില്ലേ സിനിമയില്, പപ്പു പറഞ്ഞ ഡയലോഗ് കേട്ടുണ്ടോ? നിങ്ങൾ കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ സിനിമയിലെ ഡയലോഗാ, കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടുണ്ടോ? അതേപോലെ നീ ആരാണെന്ന് അറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക നീ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിരാന്ന് പറഞ്ഞ പപ്പോട് ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. അതേപോലെ ഫുട്ബോളിലേക്ക് നമ്മൾ കിക്ക് ചെയ്തു, റൈറ്റ്? എന്റെ എത്ര ഫോഴ്സ് ഫുട്ബോളിൽ കിട്ടിയതറിയെങ്കിൽ ഫുട്ബോളിന്റെ മാസ്, ഫുട്ബോളിന് സംഭവിച്ച ആക്സിലറേഷൻ, then you will get the force acted on the football. അല്ല, കാലിന്റെ മാസും എത്ര കാലുകൊണ്ട് അടിച്ചേ, അത് റൊണാൾഡോയുടെ കാലാണെങ്കിൽ വേറെ മാസ്, റൊണാൾഡോ കാലിന്റെ ആക്സിൽ, അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫുട്ബോളിന്റെ മാസ്, ഫുട്ബോളിന്റെ ആക്സിൽ. മനസ്സിലാവണ കോലത്തിൽ എഴുതിയാൽ മതി, മനസ്സിലാവണ കോലത്തിലേക്ക് എഴുതി സെറ്റ് ചെയ്യാം. ശരി, ഇനി പോട്ടെ, കഴിഞ്ഞില്ലേ പറയണം. മതി, നിൽക്കാം. എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. സമാധാനത്തോടെ പോയാൽ മതി, നിങ്ങൾ ധൃതി വിട്ടൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ഫാസ്റ്റ് ആവും, അത് നിങ്ങളപ്പം എന്റെ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. ഫുൾ ടൈം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കണ്ട കേട്ടോ, സ്ക്രീനിലേക്ക് നോക്കി ഫുൾ ഇരിക്കണ്ട. സ്ക്രീൻ ഇങ്ങോട്ട് നിങ്ങളെ കണ്ടോട്ടെ, സ്ക്രീൻ നോക്കി ഇങ്ങനെ ഇരിക്കണ്ട. ബുക്കാണ്, ബുക്കും ടെക്സ്റ്റ് ബുക്കും അതാണ് കൂടുതൽ. എഴുത്തൊക്കെ വരുമ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. മൊബൈൽ അനുസരിച്ച് ഓക്കെ. അതുകൊണ്ട് ഇനി നമുക്കൊരു കേസ് പറയാം. ഈ എം എക്ക് പറയുന്നുണ്ടല്ലോ പിള്ളേർ, ചില സ്ഥലത്തുണ്ടല്ലോ കണക്ക് ചെയ്യുമ്പോണ്ടല്ലോ പിള്ളേരെ, FEC എം എ അല്ലേ. അപ്പൊ നമുക്ക് മാസ് ആരുടെ മേളിലാണോ ആക്ട് ചെയ്ത് അയാളുടെ മാസ്, അയാളുടെ ആക്സിലറേഷൻ. ചിലപ്പോ ആക്സിലറേഷൻ തരില്ല, ചിലപ്പോൾ അവിടുത്തെ വെലോസിറ്റി തരും, ഇനീഷ്യൽ വെലോസിറ്റി തരും, ഫൈനൽ വെലോസിറ്റി തരും, സമയം തരും. അപ്പൊ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാം,
എന്നിട്ട് അത് യൂണിഫോം ആണെന്ന് പറയും. യൂണിഫോം ആയിട്ടാ കുറഞ്ഞെന്ന് പറയും, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടാ കൂടിയെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? വി ഇസിക്വൽ ടു യു പ്ലസ് എച്ച് ഉപയോഗിക്കും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും? അതിന് എ കണ്ടുപിടിക്കും. എന്നിട്ട് കൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കും. ഓപ്ഷൻ എന്ത് എഴുതാത്തേ? എന്ത് എഴുതാത്തേ? സനക്ക് ഇങ്ങനെ ഇരിക്കുക. അയ്യോ ഓ ആ അങ്ങനെ കൊടുക്കാനേ കാര്യമില്ല. പറഞ്ഞോ. ഈ യുവും വിയും വന്നാ യൂണിഫോം തന്നെയല്ലേ? അല്ല നിർബന്ധമില്ല. നിർബന്ധമില്ല കേട്ടോ. അനന്തേ ഇപ്പൊ യൂണിഫോം തന്നെയാവണമെന്നില്ലല്ലോ. യു ടു വി പല കോലത്തിലാവണം. വണ്ടി തുടങ്ങിയത് 0 എന്നാ, വണ്ടി ഒന്നങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ വണ്ടിയുടെ വെലോസിറ്റി 50 പറഞ്ഞാൽ യൂണിഫോം ആണോ? എല്ലാരും യുവും വിയും കൈനമാറ്റിക് അല്ലേ? അല്ല കൈനമാറ്റിക് ആവുന്നത് എപ്പോഴാ? യൂണിഫോം. അതിനൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. സബ്ജക്ട് പഠിക്കാൻ വേണ്ടി ഒരു ചോദ്യം പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും കേൾക്കണം, നല്ലതാ അതൊക്കെ. എന്റെ കുറെ സമയം പോകുന്നുള്ളൂ, കുഴപ്പമില്ല കേട്ടോ. യുവും ബിയും കണ്ട കൈനമാറ്റിക് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല മതി. അതായത് ഒരു കാർ നോക്കിയേ, ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയപ്പോ അവന്റെ വെലോസിറ്റി 0. അവൻ ഇങ്ങോട്ട് പോയി, അവൻ ഇങ്ങോട്ട് വന്നു, അവൻ അങ്ങോട്ട് പോയി, കുറെ നേരം ഇവിടെ എത്തി. അപ്പൊ ഇവന്റെ ഫൈനൽ വെലോസിറ്റി എത്ര? 50 സപ്പോസ്. ഇത് യൂണിഫോം ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യൂണിഫോം അല്ല. കാറിന്റെ യാത്ര ഒരിക്കലും യൂണിഫോം അല്ല. പക്ഷെ അതിന് യു ഇല്ലേ, വി ഇല്ലേ? ഉണ്ട്. ഇവിടെ കൈനമാറ്റിക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ യൂണിഫോം മോഷൻ. ഉണ്ടാ മനസ്സിലായി ഞാൻ പറഞ്ഞേ? എന്നാൽ നിങ്ങൾക്ക് തരുന്ന ഒട്ടുമിക്ക കേസിൽ എടുത്തു പറയണ്ടാവും യൂണിഫോം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു കല്ല് മുകളിൽ നിന്ന് ചാടുക, അതിന് യു ഉണ്ട്, അതിന് വി ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. പിന്നെ അല്ലാത്ത കണക്കുകൾ കൃത്യമായി തരും നിങ്ങൾക്ക്. യൂണിഫോമിലി റെഡ്യൂസ്ഡ്, യൂണിഫോമിലി ഇൻക്രീസ്ഡ്, യൂണിഫോമിലി ആക്സിലറേറ്റഡ് എന്നൊക്കെ പറയും, റിട്ടാർഡഡ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് എഴുതേണ്ടത്. മറ്റതൊക്കെ ടീച്ചർമാരും പ്രിന്റഡ് നോട്ടിലും വരും. ഈ കുന്തമൊന്നും വരില്ല. ഇതെങ്ങനെയാ വന്നെ പ്രിന്റഡ് നോട്ടിൽ? ഇത് പ്രിന്റഡ് നോട്ടിൽ വരുത്താൻ പറ്റുമോ? ഇവർക്ക് അനന്ത് ചോദിച്ച ചോദ്യം പ്രിന്റഡ് നോട്ട് ആർക്കെങ്കിലും വരുത്താൻ പറ്റുമോ? അപ്പൊ അതല്ലേ പിള്ളേര് നമ്മൾ എഴുതണ്ടേ. മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സാധനത്തിന്റെ ക്യൂബ് റൂട്ട് കാണാൻ നമുക്കറിയില്ല. അപ്പൊ സാറിനോട് ചോദിച്ചു, സാറ് പറഞ്ഞു അതല്ലേ എഴുതണ്ടേ. അത് ക്യൂബ് റൂട്ട് അന്വേഷിച്ചാൽ +1 ടെക്സ്റ്റ് ബുക്കിൽ കാണുമോ? അത് ടെക്സ്റ്റ് ബുക്ക് വേറെ അന്വേഷിക്കണം. ഇത് യൂട്യൂബ് അന്വേഷിച്ച് നമ്മൾ ചോദിക്കുന്നതല്ല അവർ ഉത്തരം പറയുന്നത്. നമ്മൾ ചോദിക്കണ വേറെ. ഇനിയിപ്പോ ആ ഉത്തരം കേൾക്കണമെങ്കിൽ തന്നെ 2 മണിക്കൂർ ചിലപ്പോൾ ചെലവഴിക്കേണ്ടത്. സമയം ഇറ്റ്സ് വെരി പ്രഷ്യസ് റൈറ്റ്. അപ്പൊ കിട്ടുന്ന സാറുമാരോട് അപ്പം ചോദിച്ച് അപ്പത്തിന് എഴുതി വെക്കും. അതൊരു പരിപാടി തീർത്തു. ആരെങ്കിലും 2 പേര് മതി അങ്ങനെ ക്ലാസ്സിൽ. എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടും. ശരി. സാറിനെ വെറുപ്പിക്കാത്ത രീതിയിൽ ചോദിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സാറിന്റെ മൂവി എനിക്ക് ഉൾപ്പെടെ എനിക്ക് ടോപ്പിക്ക് തീർക്കേണ്ട സമയമായി. അത് നിങ്ങൾക്കറിയാം. ഇതൊരു സമയം പോണെന്നറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. യു പ്ലസ് എച്ച്. അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോ എന്ത് വേറെ ആരാണ്ട് എന്തോ ചോദിച്ചാറല്ലോ എന്റെ ഇടക്ക്. ആ മുങ്ങി പോരാ. ആരും ചോദിച്ചേ? അവന്റെ കൂടെ അനന്തോട് കൂടെ ആരും ചോദിച്ചായിരുന്നല്ലോ? ഇല്ല. ശരി, നോക്കിയോ. അപ്പൊ അങ്ങനെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ചില കുട്ടികൾ യൂണിഫോമിലി ആക്സിലറേറ്റർ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ ആദ്യം തന്നെ എക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കും. A = V-U/T. ശരിയല്ലേ? നോക്കി, നമ്മൾ പണ്ട് പഠിച്ചതാ. പുതിയ കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. എവിടെ നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് വിട്ടിട്ട് ഡിവൈഡ് ബൈ M ഇങ്ങനെ കിട്ടും. എന്നിട്ട് നേരെ അത് ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ F = എന്ത് കിട്ടും? M × V-U/T. ഒരുമിച്ച് എഴുതാ, കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ച് എഴുതാം. ചില കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊന്നും ആരും ബൈഹാർട്ട് ചെയ്തേക്കരുത്, ദൈവത്തെ ഓർത്ത്. ചില കുട്ടികൾ ഇതും ബൈഹാർട്ട് ചെയ്യും, ഇതും ബൈഹാർട്ട് ചെയ്യും, മറ്റതും ബൈഹാർട്ട് ചെയ്യും. ഒരു ബോധം ഉണ്ടാവില്ല. ഓക്കെ, ലെറ്റ് us മൂവ്. ഇനി നിങ്ങൾക്കാണ്, ഇനി നിങ്ങളുടെ സമയമാണ്. ഏതാ? 5.2 ചെയ്യണം, 5.5 ചെയ്യണം, 5.6 ചെയ്യണം. 3 ക്വസ്റ്റ്യൻ ചെയ്യണം. എക്സാമ്പിൾ ചെയ്യാം ആദ്യം. ഇപ്പോഴാണല്ലോ ട്രീസനൊക്കെ കണ്ടുപിടിക്കുക. ഓഫീസിൽ നിന്ന് വിളിച്ചാ? ഇല്ല.
പിന്നെ ഇത്ര നേരം എങ്ങനെ ഇരുന്നേ? ഇപ്പോഴാണ് കറക്റ്റ്. സാർ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ പറയാമോ? എക്സാമ്പിൾ 5.2, എക്സർസൈസ് 5.5, 5.6, എക്സർസൈസ് 5.6 5.5. ആർക്കാ പുസ്തകം ഇല്ലാത്തെന്ന് പറഞ്ഞു? എക്സാമ്പിൾ 5.2 അല്ലേ? 5.2. സന വേട്ടെ. ആൻസർ പൊത്തി പിടിച്ചിട്ടുണ്ടാണോ? ആൻസർ പൊത്തി പിടിച്ചിട്ടുണ്ടാവോ? അതിനകത്തേക്ക് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ ഹാൻഡ് റൈസ് ചെയ്തോ? ഇതാ എങ്ങനെയുണ്ട്? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ആരുടെ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടില്ലോ? കോൺഫിഡന്റ് ആയ ഒരു ഹാൻഡ് റൈസ് ചെയ്തേ. ആൻസർ കോൺഫിഡന്റ് ആയ ഒരു ഹാൻഡ് റൈസ് ചെയ്തേ. ഫൈനൽ ആൻസർ വേണ്ട, കൺസെപ്റ്റ് കിട്ടിയ ഒരു ഹാൻഡ് റൈസ് ചെയ്തേ. കൺസെപ്റ്റ് കിട്ടിയ ഒരു ഹാൻഡ് റൈസ് ചെയ്തേ. കുറച്ച് പൊക്കിട്ട് താത്തിയെന്തേ? ശരിക്കും നോക്കട്ടെ ഇതില്. ഓക്കെ. അസ്ന പറഞ്ഞ മോളെ. അസ്ന നജീബ്, tell me what is given? ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്. ബുള്ളറ്റിന്റെ മാസ് പറ. 0.04 കിലോഗ്രാം. ശരി, പിന്നെ സ്പീഡ് ആരുടെ? ബുള്ളറ്റ് മൂവ് ചെയ്ത പറഞ്ഞോ. എത്ര? 90 മീറ്റർ പെർ സെക്കൻഡ്. 90. ആ, ഇത് എന്ത് സ്പീഡാ? ലെറ്റർ ഏതാ? യു അല്ലേ? എന്താ കാരണം? വായിച്ചേ, ഇത് വായിച്ചേ. അല്ല, അസ്ന വായിച്ചേ. A bullet of mass 0.04 kilogram moving with a speed of 90 meter per second. Under a heavy wooden block. കേട്ടോ, ശരിക്കും പിക്ചറൈസ് ചെയ്യണം. 90 മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ബുള്ളറ്റ് ഒരു ഹെവി വുഡൻ ബ്ലോക്കിലേക്ക് തുളച്ചങ്ങോട്ട് കയറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? And is stopped off after a distance of 60 centimeter. What is the average?
ഒരു മിനിറ്റ്, ഒരു 60 സെന്റിമീറ്റർ സഞ്ചരിച്ചിട്ട് 60 അല്ലെ 60 അല്ലേ 60 സെന്റിമീറ്റർ സഞ്ചരിച്ചിട്ട് അവൻ പോയി നിന്നു, സ്റ്റോപ്ഡ്. ഇവൻ ഇതാണ് വുഡൻ ബ്ലോക്ക്, ഇതാണ് വുഡൻ ബ്ലോക്ക്. ഈ വുഡൻ ബ്ലോക്കിലേക്ക് അവൻ കേറിയിട്ട് 60 സെന്റിമീറ്റർ സഞ്ചരിച്ചിട്ട് ഇവൻ പോയി നിന്നു. ഇവിടുന്നാണ് അവൻ കേറിയത്. കേറുമ്പോ അവൻ എത്ര ഉണ്ടാകും വെലോസിറ്റി? കേറുമ്പോ എത്ര ഉണ്ടാകും വെലോസിറ്റി? കേറാൻ തുടങ്ങിയപ്പോ കേറാൻ തുടങ്ങിയപ്പോ 0 ആണ് നമ്മളെ. കേറുമ്പോ 0 ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ പിന്നെ കേറൂല്ലേ, തിരിച്ചു പോവോ? അച്ഛനാ വന്ന് ഇടിക്കുമ്പോഴേ നമ്മളെ എത്രയാണ് അവൻ വന്നോണ്ടിരിക്കുന്ന സ്പീഡ്? 90 meter per second. അപ്പൊ പിന്നെ വന്ന് കേറാൻ ഇടിക്കണ സമയത്തിനായിരിക്കും അപ്പൊ 90. ഓക്കെയാണോ അച്ഛന? ഞാൻ ഫിദാന്ന് വിളിക്കണ എന്താണെന്നറിയോ? അച്ഛനയുടെ സിസ്റ്റർ ഫിദല്ലേ അല്ലേ? ഞാൻ അങ്ങനെ വിളിച്ചു പോണിയാ. അച്ഛനെ കാണുമ്പോ ഫിദാന്ന് ഞാൻ പഠിപ്പിച്ചാണ്. അപ്പൊ മറ്റേ ഫിദ റെഡി ആവുക. ഫിദാന്ന് മറ്റേ ഫിദ റെഡി ആവുകയാണ് ആൻസർ. ഓക്കെ കേട്ടോ? അപ്പൊ വന്ന് ഇടിക്കണ വെലോസിറ്റി എത്ര? 90 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന 90 മീറ്റർ പെർ സെക്കൻഡ്. ശരി, അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇത്ര സ്ഥലം മതി. കാരണം വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ വുഡൻ ബ്ലോക്ക്? അപ്പൊ വുഡൻ ബ്ലോക്കിലെ മൂവ്മെന്റ് നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കണം, വിശാല അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വായിക്കണം. അല്ല ആപ്പോ ഉപ്പായിട്ട് വായിക്കരുത്, ആർക്കോ വേണ്ടി വായിക്കരുത്. ശരിക്കും വായിക്കണം ക്വസ്റ്റ്യൻ. ആൻസർക്ക് തന്നെ വരും. ആൻസർ വരണ്ടാലോ, എന്തിനാ ആൻസർ തന്നെ? ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ ചെന്ന് കയറുന്ന സമയത്ത് 90 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചെന്ന് കയറുന്ന സമയത്ത്. എന്താണ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോ 0. ഇവന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. അവൻ നിന്നു. അപ്പൊ ഈ പോക്കുണ്ടല്ലോ പിള്ളേർ, ഇങ്ങനെ കുറഞ്ഞു പോവാണ്. ശരിക്കും വേറെ വല്ലതും ഉണ്ടോ സെന്റൻസ്? യൂണിഫോമിലിയാ കുറഞ്ഞെന്ന് വല്ലതും തന്നിട്ടുണ്ടോ അസിന അതിനകത്ത്? ശരിക്കും തരണം. അനന്ത് നേരത്തെ ചോദിച്ചാൽ ശരിക്കും തരണം. പക്ഷെ ഇവിടെ നമുക്ക് പിന്നെ ഊഹിക്കണം. എന്താ ഊഹിക്കണം? ഒരു വുഡൻ ബ്ലോക്കിലേക്ക് കയറിയാൽ ഒറ്റയടിക്ക് നിൽക്കൂല. പയ്യെ കുറഞ്ഞാൽ നിൽക്കുള്ളൂ. അങ്ങനെയല്ലേ? ഒരു മണലിലേക്ക് ചെന്ന് ഇങ്ങനെ കുറഞ്ഞില്ലേ നിൽക്കുള്ളൂ. അതുപോലെ വുഡൻ ബ്ലോക്കിൽ തുളഞ്ഞു കയറി അവിടെ പോയി നിൽക്കും. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ബുള്ളറ്റ് തുളഞ്ഞു കയറി അവിടെ പോയി ഇരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തേക്ക് കടന്നു പോകും. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എൻട്രൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ പല ടൈപ്പ് ഉണ്ട്. തുളഞ്ഞ അപ്പുറം വരുന്ന ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ്. അപ്പൊ കയറി അവിടെ പോകും. അപ്പൊ നമുക്ക് എടുക്കാം. This is called the initial velocity. This is called the final velocity, 0. So വുഡൻ ബ്ലോക്കിന്റെ മൂവ്മെന്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ 90 എന്തായിട്ട് എടുക്കേണ്ട ഒരു ഇനീഷ്യൽ വെലോസിറ്റി. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സംശയവും ഈ കണക്കിൽ നിന്ന് ചോദിച്ചോളൂ. അല്ല ലോകത്തില്ലാത്ത 10 100 കണക്ക് എനിക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് വിശദമായിട്ടാണ് പഠിപ്പിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാം ചോദിച്ചോളൂ. എൻട്രൻസ് ചോദിക്കുക പെട്ടപ്പെട്ടാന്ന് പ്രോബ്ലം ചെയ്ത് അവര് 100 പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ 1-2 പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം ഐഡിയാസ് ഡൗട്ടുകൾ ചോദിച്ചോളൂ. സിമ്പിൾ ഒരു മീഡിയം ടൈപ്പ് പ്രോബ്ലം ഞാൻ എടുക്കുക. ഓക്കെ, അപ്പൊ യൂസിബിൾ ടു 90 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ വന്ന് എത്തിക്കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0. ഇനി എന്നെ നന്നാക്കണേ അസിന. അവൻ ട്രാവൽ ചെയ്ത ദൂരം എന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ട് 60 സെന്റിമീറ്റർ അല്ലേ? ആണോ? ടൈം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ടൈമില്ല. ടൈം വേണ്ട. ഇത്ര ആൾക്കാരാണ്. ഞാൻ നേരത്തെ ടൈമിന്റെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി ആലോചിക്കാവുന്നേ. ഇനി എങ്ങനെ ഏഞ്ചൽ വരിക എങ്ങനെയാ നമ്മൾ ചെയ്തത്? എന്താ കണ്ടുപിടിക്കണ്ടേ ഏഞ്ചല്? അല്ല എന്താ കണ്ടുപിടിക്കണ്ടേ? യഥാർത്ഥത്തിൽ എന്ത് കണ്ടുപിടിക്കാനാ ഇവര് പറയണേ? ഫോഴ്സ്. ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ F is equal to ആരുടെ മാസ് ആരുടെ ആക്സിലറേഷൻ? ഏഞ്ചലെ ആരുടെ മാസ് എടുക്കുന്ന മോളെ ആരുടെ ആക്സിലറേഷൻ എടുക്കും? ബ്ലോക്ക് ആക്ട് ചെയ്തു. അപ്പൊ ആരുടെ? ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ ആരുടെ മേളിലാണോ നിങ്ങൾ ഫോഴ്സ് ആക്ട് ചെയ്തത് അതാണ് കണ്ടുപിടിക്കുക. അയാളുടെ മാസും അയാളുടെ ആക്സിലറേഷൻ ആരുടെ മേളിലാ? ബ്ലോക്ക് ബുള്ളറ്റിന്റെ മേളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്. അപ്പൊ ബുള്ളറ്റിന്റെ മാസ്
ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ. ബുള്ളറ്റ് രണ്ടും ബുള്ളറ്റിന് ബുള്ളറ്റിന് മാസ് ഉണ്ട്. ഓക്കെ, അതുണ്ട്, ഇറ്റ് ഈസ് ദയർ. പക്ഷെ ബുള്ളറ്റിന് സംഭവിച്ച എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ടൈം തന്നിട്ടില്ല. ടൈം തന്നിട്ട് എളുപ്പമാണ്. അപ്പൊ എങ്ങനെയാ പിന്നെ കണ്ടുപിടിക്കണേ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ്? എങ്ങനെയാ കണ്ടുപിടിക്കണേ ഏഞ്ചലെ? v² minus u² is equal to 2. മതി, ബിക്കോസ് എസ് തന്നിട്ടുണ്ട്. സാറേ എസ് തന്ന പറഞ്ഞോ. സാറേ ഈ ഫുട്ബോൾ വെച്ച് അടിക്കുമ്പോ ഫുട്ബോളിന്റെ മാസ് ആക്സിലറേഷനും അല്ലേ എടുക്കണേ? അപ്പൊ ബുള്ളറ്റ് വന്ന് അടിക്കുമ്പോ ബ്ലോക്കിന്റെ അല്ലേ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞു. ചോദ്യം നോക്കണം. ആരുടെ മേളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? അയാളുടെ മാസ്, അയാളുടെ ആക്സിലറേഷൻ. ആരുടെ മേളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? അല്ലു, ആരുടെ മേളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? ബ്ലോക്കിന്റെ. അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. A bullet of mass 0.04 kg moving with a speed of 90 meters per second enters a heavy wooden block and it's so stopped after a distance of 60 centimeters. What is the average resistive force exerted by the block on the bullet? പറഞ്ഞേ, എന്റെ അർത്ഥം എന്താ? പറ. ബ്ലോക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ബുള്ളറ്റില് ബ്ലോക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ബുള്ളറ്റിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്. ബുള്ളറ്റിൽ എത്ര ഫോഴ്സ് കൊടുത്തു? അതായത് ബുള്ളറ്റിന്റെ മാസ്, ബുള്ളറ്റ് സംഭവിച്ച ആക്സിലറേഷൻ. അതാണ് ഇത് തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? തിരിച്ചു വയ്ക്കാൻ. പിന്നെ തിരിച്ചു വയ്ക്കാൻ അപ്പൊ മറ്റേ തിരിച്ചു വയ്ക്കാട്ട് കാണിക്കണം. ആരും തിരിച്ചു വയ്ക്കാട്ട് കാണിക്കണം. എന്നിട്ട് വേറെ കളിയുണ്ട്. അത് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. There is one more law to come for the third law that we will discuss later. വേറെ കളിയുണ്ട്, ഞാൻ പറഞ്ഞത്. തൽക്കാലം ഇത് മനസ്സിലാക്കും. ഓരോ ലെവലുണ്ട് മനസ്സിലാക്കാൻ. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ് വന്നെടുക്കുക. നമ്മൾ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ് എടുക്കുമ്പോ മോള് പറഞ്ഞല്ലേ, എഞ്ചിന് പറഞ്ഞ v² minus u² is 2as ആണ് ഏറ്റവും നല്ലത്. കാരണം ടി ഇല്ല, വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്. പക്ഷെ എസിന് ഒരു പ്രശ്നമുണ്ടല്ലോ എഞ്ചിന്. എന്താ പ്രശ്നം? സെന്റിമീറ്ററിലാണ്. ബി വെരി കെയർഫുൾ while doing the numericals on physics and chemistry. You should be very careful. സെന്റിമീറ്റർ പാടില്ല. You have to learn with meter. മീറ്ററിലേക്ക് മാറ്റാൻ ഏറ്റവും നല്ല 60/100 എന്നാണ്. by 100 ആണ്. Right? ആണോ? 100 സെന്റിമീറ്റർ. റൈറ്റ്? 100 സെന്റിമീറ്റർ. അപ്പോ അതിനേക്കാൾ നല്ലത് വേറെ എളുപ്പമാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 60 × 10⁻² എന്ന് വിളിക്കാൻ പഠിക്കണം. ഈ 100നെ പുതിയ കുട്ടികൾക്ക് വേണ്ടി 60/100നെ 60/10⁻² എന്ന് വിളിക്കുക. എന്നിട്ട് ഇയാളെ മുകളിലേക്ക് 60 × 10⁻². അപ്പൊ 10⁻² കണ്ടെന്ന് പിള്ളേർ പേടിക്കരുത്. 10⁻² കണ്ടത് എന്റെ അർത്ഥം എന്താ? ഇത് താഴെ 100 ആണ്. ഡിവൈഡഡ്/100 എന്നാണ്. 10⁻² എന്നാണെങ്കിലോ ഇൻറ്റു 100 എന്നാണ്. 10⁻² അവിടെ പോകും, താഴെ പോകും. അപ്പൊ ഡിവൈഡ്/100 ആവും. അപ്പൊ ഇങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഇങ്ങനെ എഴുതാൻ നല്ലതാണ്. ഇങ്ങനെ എഴുതി പഠിക്കുകയാണ്. +1 ഫിസിക്സില് കെമിസ്ട്രിയിൽ തുടക്ക സമയത്ത് വരുന്നുണ്ട്. ഇങ്ങനെ എഴുതിക്കാനിക്കും പറയുന്നുണ്ട്. ഫിസിക്സിൽ വരുന്നുണ്ട് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്ന പിള്ളേരെ. +1 സ്റ്റാൻഡേർഡ് ആണ്. രണ്ടും ഒന്നാണ്. +1 സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് നമുക്ക് വലിയൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ സംശയം പറയണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് v² ഇട്ട് കൊടുക്കും. v² എത്രയാന്നാ പറഞ്ഞിട്ടുണ്ട്? v² 0 ആയ. v0 ആണ്. അപ്പൊ 0 - u² 90യുടെ സ്ക്വയർ 2 × a × s 60 × 10⁻². വേണ്ടതാര എ. അവ അവിടെ നിർത്താം. ഇയാൾ ഇപ്പുറത്തേക്ക് വിടുക. അപ്പൊ 90യുടെ സ്ക്വയർ ബൈ 2 × 60 × 10⁻² ഈക്വൽ ടു എ. ഡൗട്ട് പലർക്കും പല സ്റ്റെപ്പാട്ടോ ഡൗട്ട് ചോദിച്ചോളൂ. 90യുടെ സ്കോർ 8100 ബൈ 2 × 60 120 × 10⁻². കട്ട് ചെയ്യാളൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു എ കിട്ടും.
എത്ര ഏതായാലും പറയാമോ? ചെയ്താലും പറയാമോ ഏന്ന്? ആ അസ്ന 24 24 30. 2430 ആണോ? അതെ മോളെ അതെ 2430. അപ്പൊ ഇത് എന്താ അവിടെ ചെയ്തേ അസ്ന? ഈ 10⁻⁻⁻ മുകളിൽ കൊണ്ടുപോയ? ഇല്ല, ഞാൻ അത് നേരത്തെ ചെയ്തു. 0.6. സാറേ ആ 60 into 10⁻⁻²ല് നമുക്കത് മീറ്ററിൽ എഴുതാൻ പറ്റുമോ അവിടെ? പിന്നല്ലേ, അതിൽ പ്രശ്നം പറഞ്ഞ ഒരു കുഴപ്പമില്ല. 60/100 ആക്കിയിട്ട് അതിൽ 0.6 ആയിരിക്കും. 6750. പല ആൻസർ ആണുള്ളത്. ആരാണ് അതിനകത്ത് ആൻസർ? ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ എ വാല്യൂ ഉണ്ടോ നോക്കി, എയുടെ വാല്യൂ ഉണ്ടോ നോക്കി. ആരാണ്? ടെക്സ്റ്റ് ബുക്കില് സർ ഫോഴ്സ് അല്ലേ സർ? ആക്സിലറേഷൻ A is equal to -6750 meter per second. 6750 meter second square. ഇതാണ് ആൻസർ കിട്ടുന്നത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന 812 ചെയ്യേണ്ടത് 810 / 12 ചെയ്യാം. ഈ 10⁻² എന്ന് പറഞ്ഞ സാധനം പേടിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. 0.6 ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 10⁻² നിങ്ങൾ പേടിക്കണ്ട. ഈ 10⁻² വീണ്ടും മുകളിലേക്ക് കൊണ്ടാവും നമുക്ക്. അപ്പൊ 10⁻² ആവും. 10⁻² 100. അപ്പൊ ഇത് ചെയ്യുക. 810 ആ പറഞ്ഞു. കുഴപ്പമില്ല, അത് പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു 810/12. അണ്ടാ 810/12 ചെയ്യുമ്പോ 67.5 into 10⁻². അത് into 100 എന്നല്ലേ? അപ്പൊ 0 കൊണ്ട് മാറി എന്താവും? 67 ഡെസിബൽ കൊണ്ട് മാറി 50. അവനവന്റെ പ്രശ്നങ്ങളായിട്ട് ചോദിക്കണ്ടേ? അവനവന്റെ പ്രശ്നങ്ങൾ ചോദിച്ചോളൂ. പല രീതിയിൽ പ്രശ്നങ്ങൾ വരാം, അവനവൻ ചെയ്തതനുസരിച്ച്. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ഇല്ലാന്ന് ദുൽഫുക്കാർ. ഇവിടെ മൈനസ്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ശരിക്കും 0 മൈനസ് മൈനസ് ഇവിടെയൊക്കെ മൈനസ്. അതാണ് ആൻസറിൽ ഒരു മൈനസ്. ഈ ആൻസറിൽ മൈനസ് പ്രശ്നമില്ല, കാരണം പക്ഷെ ശരിക്കും പഠിക്കുമ്പോൾ അത് വേണം. ഈ മൈനസ് പറയാൻ റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ് എന്ന അതിന്റെ അർത്ഥം എന്താണ്? റിട്ടാർഡേഷൻ, അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കഴിഞ്ഞ ചാപ്റ്റർ ആട്ടോ അത്, പുതിയ കുട്ടികൾ പേടിക്കണ്ട. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയെ കുറച്ച് കൊണ്ടുവരുന്നതാണ്. ശരിയാണല്ലോ. 90 മീറ്റർ പെർ സെക്കൻഡ് 90 മീറ്റർ പെർ സെക്കൻഡിൽ എൻ്റർ ചെയ്ത സാധനത്തിന്റെ കുറച്ച് വെലോസിറ്റി എത്രയായി? 0. അതിന്റെ അർത്ഥം വെലോസിറ്റി കുറഞ്ഞു ആണ് വന്നത്. റൈറ്റ്? ഇതാണ് ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം. അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ. അക്മൽ പറഞ്ഞോ ഓരോരുത്തർ സംശയം പറഞ്ഞോ. ചോദിച്ചോളൂ. -90 into -90 അത് പോസിറ്റീവ് ആവത്തില്ലേ? അതൊരു ചോദ്യം. അത് അടുത്തൊരു ചോദ്യം. അക്മലിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് പിള്ളേർ, അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ. ഇതിന്റെ രസം എന്താ പറയുക? -90യുടെ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് രീതിക്കാണ് പറയുന്നത്. ഇതുണ്ടോ? ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മൈനസിന് സ്ക്വയർ ഇല്ല, അത് പുറത്താണ്. 90യുടെ സ്ക്വയർ എടുത്തിട്ട് മൈനസ് ഇടുന്നു. എന്നാൽ -90യുടെ സ്ക്വയർ എന്നാണെങ്കിൽ നീ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, പോസിറ്റീവായിട്ട്. ഐഡിയാസിനകത്ത് മനസ്സിലാക്കാനുള്ള ചിന്തയോട് തന്നെ ഇരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രിയിൽ 3 സബ്ജക്റ്റും അങ്ങനെയാ. ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് അതിന്. ശരിക്കും അതല്ലേ എഞ്ചിനീയറിംഗിൽ ഈ 3 സബ്ജക്റ്റും പറ.
0.6 ഇട്ട് ചെയ്യുമ്പോൾ വാല്യൂ 112. പൈസ കൊടുത്ത് കാൽക്കുലേറ്റർ വാങ്ങണം. കാൽക്കുലേറ്റർ ചുമ്മാ പറഞ്ഞടാ, പേടിക്കണ്ട, ചുമ്മാ പറഞ്ഞതാ, മേടിച്ചു പോയി. ഒരു പ്രശ്നമില്ല, ഒന്നോട് ചെയ്ത് നോക്ക്. ഇറ്റ് വിൽ ബി ഓക്കെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ചെയ്ത് നോക്കിയ സാധനം ഒന്നും ചെയ്ത് നോക്ക്. 0.6 വെറുതെ ഡിവൈഡ് ചെയ്യും. എന്താണെന്നറിയോ, 8100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ചെയ്യണം. 2 into 0.6. So you will get 1.2, I think, right? 2 into 0.6. 0.6. 2 ഇല്ല താഴെ, 2 ഉണ്ട്. അപ്പൊ നോക്ക്, കിട്ടും. കിട്ടിയാ? ചെയ്ത് നോക്കിട്ട് വേണം. കിട്ടും. ശരി, മുന്നോട്ട് പോവാ. ഇനി എത്ര ഉള്ളോ ആ ചോദ്യം? എത്ര ഉള്ളൂ അല്ലേ? പോക്കോ, അടുത്തേക്ക് പോക്കോ. 5.5, 5.6, 5.5 കിട്ടിയാ? കഴിഞ്ഞില്ലേ? ചെയ്തത് മുന്നോട്ട് പോയാരെങ്കിലും? കൃഷ്ണാന്ത് പറഞ്ഞോ എന്തേ? ഫോഴ്സ് കണ്ടുപിടിക്കണ്ടേ? അയ്യോ, മറന്നുപോയില്ലടാ. കറക്റ്റ് ആണല്ലോ, ഞാനത് ചോദിച്ചു. അതിന്റെ ഫോഴ്സ് വേണം. കറക്റ്റ് ആണല്ലോ, ഫോഴ്സ് വേണം. F is equal to ma. അപ്പൊ കൊടുക്കുക എമ്മിന്റെ എത്ര വാല്യൂ. അത് ഞാൻ മറന്നുപോട്ടെ പിള്ളേരെ, ഞാൻ വേറെ ചിന്തയിൽ പോവേ. അത് നിങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവും. 0.04 into 6750. നെഗറ്റീവ് ഇട്ടാൽ കുഴപ്പമില്ല, നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നെഗറ്റീവ് ഇട്ടാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പിൻ ചെയ്യാം. ഇത് കിലോഗ്രാമാ, SI യൂണിറ്റ്, ഒരു പ്രശ്നമില്ല. അത്രയും ന്യൂട്ടൺ. എത്രയാണ് കിട്ടുന്നത്? അത്രയും ന്യൂട്ടൺ. നെഗറ്റീവാ എന്ന് അർത്ഥം അതിന്റെ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് ആണ് കൊടുക്കുന്നത്. അതാണ് നെഗറ്റീവിന്റെ അർത്ഥം. വെക്ടറുകൾ എന്തൊരു നെഗറ്റീവ് കൊടുത്താൽ അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആണ്. ആക്സിലറേഷൻ നെഗറ്റീവ് കൊടുക്കുന്നു, ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് നെഗറ്റീവ് കൊടുക്കുന്നു, വെക്ടർ ആണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങോട്ടാണോ ബുള്ളറ്റിന്റെ ഓപ്പോസിറ്റ് ആ കൊടുത്തത്. മനസ്സിലാവാത്ത ഒരു കാര്യം എഴുതരുത് കേട്ടോ. പകുതി മനസ്സിലായോണ്ട് എഴുതരുത്, 90% മനസ്സിലായോണ്ട് എഴുതരുത്. 100% മനസ്സിലായിട്ട് എഴുതാവൂ. അതുവരെ ചോദിച്ചുകൊണ്ടിരിക്കണം. അടുത്തത് 5.5. 270. എത്ര മോളെ? 270. കറക്റ്റ്. Let us move. 5.5. സാറേ നെഗറ്റീവ് ഉണ്ടോ അവിടെ? നെഗറ്റീവ് ഉണ്ട്, ഇത് നെഗറ്റീവ് ഉണ്ടല്ലോ. എന്റെ അർത്ഥം എന്താ? കൊടുത്തിട്ടില്ല. റിട്ടാർഡിങ് ഫോഴ്സ്. റിട്ടാർഡിങ് ഫോഴ്സ്, തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സ്. ഇങ്ങോട്ട് വന്ന ആളെ അങ്ങോട്ട് തള്ളുന്ന ഫോഴ്സ് ആണ് കാണിക്കണേ. മൈനസ് ഫിസിക്സിന് യോജിച്ച് വരണം, അവിടുന്ന് കൊടുക്കും, അല്ലെങ്കിൽ പ്രശ്നം. ഞാൻ പറഞ്ഞതറിയോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളാണ്. അതിനൊരു സ്റ്റൈലാ, 3 സ്റ്റൈലാ പഠിപ്പിക്കണേന്. ഒരു മാത്തമാറ്റിക്കിലെ ഐഡിയ മനസ്സിലാക്കി, അപ്പുറം ഇട്ടു ഇപ്പുറം ഇട്ടു എന്ന് കണക്ട് ചെയ്തു, ബന്ധം കിട്ടി, അത് എഴുതി വെച്ചു. കാണാതെ പഠിക്കാൻ കുറവായിരിക്കും. പോട്ടെ, മുന്നോട്ട് പോട്ടെ. 5.5 കിട്ടി. നീ ചാരിയിരിക്കണം കിട്ടി. നോക്കിക്കൊണ്ടിരിക്കുക. കിട്ടിയൊരു 4 റേസ് ചെയ്തു. ഓക്കെ, കൂടി.
സാർ ഈ പേനയുടെ ഇങ്ക് കയറുന്നു, വേറെ പേന എടുത്തിട്ടൊന്നോട്ടെ. ആരോടെ ചെയ്തോട്ടോ? സാറേ കഴിഞ്ഞു. ആ ബ്രില്യന്റ്. നമുക്ക് നോക്കാം. ആരോടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞാണേ? സാർ ഫോഴ്സ് ഒരു റൗണ്ട് ഞാൻ കേൾക്കട്ടെ. അല്ലെ ഒന്ന് പറഞ്ഞോ, സെക്കൻഡറി പിള്ളേര് പറഞ്ഞോ. A constant retarding force of 50 Newton is applied to a body of mass 20 kg, moving initially with a speed of 15 meters per second. How long does the body take to stop? കണ്ടോ, ഇവര് വേറെ സാധനം തന്നായിരുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നീ ഒന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെ ആരാണ്? അതായത് ആക്സിലറേഷൻ തന്നിട്ടില്ല, ഫോഴ്സും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താ ഇവര് പറഞ്ഞേ? ഒരു ബോഡിക്ക് എത്ര ഉണ്ടായിരുന്നു അതിന്റെ മാസ്? 50 കിലോഗ്രാം ആണ് സാർ. അത് 20 കിലോഗ്രാം. 20 കിലോഗ്രാം മാസമുള്ള ഒരു ബോഡിയില് അതിന് എത്ര വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരുന്നത്? 15 meter per second. Initial velocity. അതെന്തായിട്ട് എടുക്കണം? Initial velocity. U ആയിട്ട് എടുക്കണം. 15 meter per second പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ആക്സിലറേഷൻ തന്നിട്ടില്ല. അല്ല, അയാളുടെ മേത്ത് എന്താ ആക്ട് ചെയ്തു? ഫോഴ്സ് ആക്ട് ചെയ്തു. ശരി. അപ്പൊ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. 20 കിലോഗ്രാം മാസമുള്ള ഒരാള് 50 meter per second പോയിക്കൊണ്ടിരുന്നപ്പോ അയാളുടെ മേലെ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അയാൾ എന്തായി പോയി? അയാൾക്ക് എന്ത് സംഭവിച്ചു? ഇനി എത്ര സെക്കൻഡ് ആണ് കണ്ടുപിടിക്കണം. അല്ല, ഇത് ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് പറ്റുന്ന അതിനകത്ത് പറയണ? ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് ഈ വെലോസിറ്റി എന്തായി പോയി? സ്റ്റോപ്സ് ഉണ്ടോ? സ്റ്റോപ്സ്. യെസ് സർ, ബോഡി സ്റ്റോപ്സ്. അപ്പൊ എന്തായി? വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായി പോയി? 0 meter per second ആയി. എന്ത് കണ്ടുപിടിക്കണം? Time take how long it takes. മനസ്സിലാവില്ല പിള്ളേർക്ക്. How long ചിലവര് ദൂരം കണ്ടുപിടിക്കാൻ നടക്കും. How long എത്ര നേരം എടുത്തു നിൽക്കാൻ? ടൈം ഉണ്ട്. ഇവിടെ ഫോഴ്സ് തന്നാക്കാണ്, ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാക്കാണ്. അപ്പൊ ആരോടെ എങ്ങനെ നീങ്ങും നമ്മള്? എന്താ സാർ? അപ്പൊ എങ്ങനെ മൂവ് ചെയ്യും? നമുക്ക് ഫോഴ്സ് ഇത്ര നാളെ ഫോഴ്സ് കണ്ടുപിടിക്കാനാ പഠിച്ചത്. ഫോഴ്സ് തന്നാക്കുക, എന്നിട്ട് ടൈം കണ്ടുപിടിക്കാനാ പറയണേ. എങ്ങനെ മൂവ് ചെയ്യും? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഏത് ഫോർമുല വെച്ചിട്ട്? F is equal to ma. F is equal to ma ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. F കൊണ്ട് m കൊണ്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ A is equal to F by m എന്ന് കിട്ടും. F 50 ആണ്, മാസ് 20 ആണ്. You will get 5/2, 2.5 meter per second square. ആക്സിലറേഷൻ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യും? ഇനി A is equal to V minus U by T. മതി. ആ ഫോർമുല പഠിച്ചേക്കാൻ പറ്റോ? ആ ഫോർമുല പഠിക്കരുത്, ഇതേ പഠിക്കാവൂ. ഇത് ബൈഹാർട്ട് ചെയ്ത് ഇതേ പഠിക്കാവൂ. V is equal to U plus T. ഇതേ പഠിക്കാവൂ. ഞാൻ അതോടെ പറഞ്ഞുതരും. കുട്ടികൾ ആവശ്യമില്ലാതെ പഠിച്ചു വയ്ക്കും. പഠിക്കരുത്. ഇത് ഏതായാലും നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ പറ്റില്ല കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പൊ ഇത് പഠിക്കുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? അതിനകത്ത് എല്ലാ ആൾക്കാരുണ്ട്. ഇതിനകത്ത് ടൈം നമ്മൾ കണ്ടുപിടിക്കുക. അതിനകത്ത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇത് ആദ്യം മാറ്റി V minus U by A എന്ന് കണ്ടുപിടിക്കുക. ചില കുട്ടികൾക്ക് പുതിയുള്ള സ്വഭാവം, അതും ബൈഹാർട്ട് ചെയ്യും, പഠിച്ചേക്കരുത്. അങ്ങനെ ടൈം ഈസ് ഈക്വൽ ടു V minus U by T. അപ്പൊ T ഈസ് ഈക്വൽ ടു V is initial to 0. മറ്റത് പോയിക്കൊണ്ടിരുന്നത് ഇനീഷ്യൽ 15 by A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ 2.5. ഈ ആക്സിലറേഷൻ ഇത് ശരിക്കും നെഗറ്റീവാണ്. കാരണം പിടിച്ചു നിർത്തുകയാണല്ലോ. അപ്പൊ വേണമെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഇവിടത്തെ ആൻസറിൽ വന്നില്ലെങ്കിലും വെറുതെ നമുക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. കാരണം വെലോസിറ്റി കുറഞ്ഞു കൊണ്ടാണ് കാണുന്നത് നെഗറ്റീവാണ്. അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇട്ട് കൊടുക്കാൻ നല്ലത്. കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ 6 ആണോ? എത്ര മോനെ ആൻസർ? അരോൺ 6 ആണോ? 6 സെക്കൻഡ്സ് വരും. അത് തന്നെ നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഞാനല്ല നെഗറ്റീവ് വന്നാൽ അത് ടൈം ആയതുകൊണ്ട് കളഞ്ഞാൽ മതി. നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പറഞ്ഞ പ്രശ്നങ്ങൾ പറയട്ടെ, പ്രശ്നങ്ങൾ കേൾക്കട്ടെ. ചുമ്മാ ആരും എഴുതിയെടുക്കണ്ട. മനസ്സിൽ തോന്നിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പറയാൻ സമയം കളയാതെ.
എനിക്ക് കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. Got it, Aisha, got it. Fine. ആർക്കും പ്രശ്നമില്ല, സനക്ക് വരെ പ്രശ്നമില്ല. പ്രശ്നങ്ങളായിരിക്കും കേൾക്കണ്ടേ. അടുത്തത് 5.6. തോമസേ വായിച്ച മോനെ 5.6. A constant force acting on a body of mass 3.0 kg change its speed from 2.0 meter per second to 3.5 meter per second in 25 seconds. The direction of the motion of the body remains unchanged. What is the magnitude and the direction of the force? നീ ഒന്നുകൂടെ മനസ്സിരുത്തിട്ട് പറ, എനിക്ക് വിശദമായി പറഞ്ഞ, വിശദമായിട്ട് എനിക്ക് പറഞ്ഞ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞ ഒരു ഹാൻഡ് റൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരു കൈ വെക്കരുത്. ക്വസ്റ്റ്യൻ പഠിക്കാതെ മുന്നോട്ട് ഫെയർ ആയിട്ട് പോയരുത്, റഫായിട്ട് പോവാ. ചുമ്മാ റഫ് ഇങ്ങനെ ചെയ്തു നോക്കാം, റഫ് ഇങ്ങനെ എഴുതി നോക്കിക്കോ. വെറുതെ ഫെയർ ആയിട്ട് എഴുതുന്നതിന് മുമ്പ് എല്ലാം കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് മറ്റേ ചെയ്യാം, അത് എഫ് എടുക്കാം, എന്ന് തീരുമാനിച്ചിട്ട് ഫെയർ ആയിട്ട് എഴുതാവും. പറ തോമസേ, എന്തൊക്കെ തീരുമാനം എടുത്തു നീ? എന്താ തോമസേ വേണ്ടേ? അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കണ്ടേ. എന്താ വേണ്ടേ, എന്താ കണ്ടുപിടിക്കണ്ടേ തോമസേ? എനിക്ക് ക്വസ്റ്റ്യൻ അറിയില്ല കേട്ടോ. Magnitude of the direction. ആരുടെ മാഗ്നിറ്റ്യൂഡ് തോമസേ? അല്ല, magnitude. വായിച്ചിട്ടില്ല നീ, ശരിക്കും വായിക്കും. നീ വായിച്ചിട്ടില്ല, വായിക്കുന്നത് ശരിയായിട്ടില്ല. അൽഫാസ് പറ, ആരെ കണ്ടുപിടിക്കണം അൽഫാസെ? ഫോഴ്സ് കണ്ടുപിടിക്കണം. ശരി, എന്താ അവിടെ തന്നാക്കണേ, എങ്ങനെ തന്നാക്കണേ, എന്താ അവസ്ഥ പറ. മാസം എത്ര? 30 കിലോഗ്രാം. 30. പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് യു. എത്ര? 2.0 meter per second. ആയിക്കോട്ടെ. പിന്നെ സാറേ മാസം 3.0 അല്ലേ? ആണോ? എനിക്കറിയില്ല, എന്റെ ഒരു പുസ്തകത്തിൽ ഒന്നുമില്ല, അവൻ പറയണേ. ശരി. പിന്നെ അൽഫാസ് പറ മോനെ. പിന്നെ എത്ര? 3.5 meter per second. 3.5 meter per second. അല്ല മോനെ, അത് വി ആന്ന് പറയാൻ കാരണം അത് എന്താ പറയണേ കേക്കട്ടെ. അത് ചേഞ്ച് സ്പീഡ് പറയണ്ട, ഫൈനൽ വെലോസിറ്റി പറയണ്ട. ഫൈനൽ വെലോസിറ്റി പറയണ്ട. ഇല്ല. നീ പറഞ്ഞേ, വായിച്ച നീ ക്വസ്റ്റ്യൻ
നിനക്ക് സംശയമാണ്. സംശയം മാറണേ വീട്ടിൽ പോയി പണിയെടുക്കണം. 10 ദിവസം പണിയെടുത്താൽ നിനക്ക് സംശയം മാറും. 10 ദിവസം പണിയെടുക്കൂല്ലോ. 10 ദിവസം നീ ശരിക്കും ഞാൻ പറയുന്നത് റെഗുലർ ആയിട്ട് പണിയെടുത്തൊക്കെ മാത്സിന്റെ ഒരു 10 ദിവസം അതിന്റെ ഒപ്പം സാറിന്റെ ഒപ്പം, ഫിസിക്സ് 10 ദിവസം സാറിന്റെ ഒപ്പം, കെമിസ്ട്രി 10 ദിവസം ടീച്ചറിന്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്കി. നിന്റെ പേടിയൊക്കെ മാറി എന്റെ പ്രശ്നമൊക്കെ മാറ്റാൻ കാണിച്ചു തരാം. അതൊന്നും എടുക്കാൻ പറ്റാതെ മാറില്ല. പണിയെടുക്കാതെ ഒരുത്തും നന്നാവാൻ റെഡി ആവാതെ ആർക്കും നന്നാവാൻ പറ്റില്ല. അതല്ലാതെ ശരീരം അങ്ങനെ തന്നെയാണ്. നല്ലവരെ ജിമ്മിൽ പോയി നമ്മൾ ജിമ്മിൽ പോയി കളിക്കാതെ നമ്മുടെ ശരീരമാവോ? വീട്ടിലിരുന്നിട്ട് മറ്റേ അവന്റെ പോസ്റ്റർ കണ്ടുകൊണ്ട് വാട്സപ്പ് അവന്റെ ഇൻസ്റ്റാഗ്രാം അവന്റെ ഫോട്ടോ ഇട്ടിട്ട് കാര്യമുണ്ടോ? നല്ല മസിൽമാന്റെ ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ കാര്യമുണ്ടോ? നമ്മൾ പോയി പണിയെടുക്കണ്ടേ? അത് തന്നെ എല്ലാ സ്ഥലത്തും. അവന്റെ ഫോട്ടോ കണ്ടിട്ട് സ്റ്റാറ്റസ് ഇട്ടാൽ നമ്മുടെ മസിൽ അതുപോലെ ആവോ? അത്രേ ഉള്ളൂ. നീ 10 ദിവസം പണിയെടുത്താൽ നീ ശരിയാവും. ക്വസ്റ്റ്യൻ വായിച്ചേ. A constant force acting on a body of mass 3.0 kilogram changing a speed from 2.0 meter per second to 3.5 meter per second in 25 seconds. It is very clear that it is changed from 2 meter per second to 3.5 meters per second. So initially is 2 and final is 3.5. Then എത്ര സമയം എടുത്തതിന് വേണ്ടി? The direction of motion of the body remains. അതൊന്നും ആവശ്യമില്ല. എത്ര സമയം എടുത്തു? സമയം 25 seconds. തന്നിട്ടുണ്ട്. ഫോഴ്സ് കണ്ടുപിടിക്കുക. എന്താ കുഴപ്പമില്ല? എല്ലാം ഉണ്ട്. അപ്പൊ ഒന്നല്ലേ എ കണ്ടുപിടിക്കും. ബി മൈനസ് യു ബൈ ടിയിലേക്ക് കൊടുത്തിട്ട് ഇത് കാണാതെ പഠിക്കുന്ന എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ എ കണ്ടുപിടിക്കും. അത് എഫ് ഈസ് ഈക്വൽ ടു എം ലേക്ക് ഇട്ടു കൊടുക്കും. ചിലവർക്ക് നേരെ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് യു ബൈ ടി കൊടുക്കും. പ്രശ്നമുണ്ടെങ്കിൽ പറ. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡിഗ്രി പോകും. പ്രശ്നമുണ്ടെങ്കിൽ പറ. ശരി, നോക്കാം. എമിൻ അന്ന ഓക്കെയാണ്? ഓക്കെയാണ്. ശരി, അടുത്ത നോക്കാം. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അത് വെച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് തൽക്കാലം അവിടെ നിൽക്കാം. അടുത്ത ടോപ്പിക്ക് ഞാൻ പറയുന്നത് അറിയാം. What is the magnitude? What is that? The magnitude and the direction of force na ചോദിച്ചേക്കണേ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ആണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത്. മാഗ്നിറ്റ്യൂഡിന്റെ വില, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചത് അതാണ് കണ്ടുപിടിക്കുന്നത്. ഡയറക്ഷൻ ചോദിച്ചാൽ എന്താണോ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ, അതേ ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ബോഡി. മാഗ്നിറ്റ്യൂഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. വില നമുക്ക് കിട്ടുമ്പോൾ ഇക്വേഷൻ കിട്ടുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിനെ ആക്ട് ചെയ്ത്, എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചോദ്യം? എന്തായിരുന്നു ആ ചോദ്യം? മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഡയറക്ഷൻ. അതായത് ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് മോഷൻ. ബോഡി എങ്ങോട്ടാണോ പോണേ അങ്ങോട്ട്. കാരണം 2 ആയിരുന്നു 3.5 ആവാ ചെയ്തത്. വെലോസിറ്റി കൂടുക ചെയ്തത്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും? അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ടാവും. വെലോസിറ്റി കുറഞ്ഞ അതിന്റെ അർത്ഥം ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും? ഓപ്പോസിറ്റ് ആക്ട് ചെയ്തിട്ടുണ്ടാവും. ഐഡിയ കേട്ടോ, അതൊക്കെ ഐഡിയ ആണ്. 2 ആയിരുന്നു 3.5 അർത്ഥം വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടി എങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യണം? എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. ഇതിനു മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. അപ്പൊ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. കിട്ടണ എല്ലാവരും കിട്ടണ പോയിന്റ് എല്ലാവരും. കാരണം പ്രോബ്ലത്തിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ കിട്ടാണ്ട്, നോട്ടുകൾ കിട്ടാണ്ട്. ഒരു നോട്ടായിരുന്നു യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ് റിട്ടാർഡേഷൻ എന്ന് ഞാൻ പറഞ്ഞ നോട്ട്. ചിലവർക്ക് അത് നോട്ടാണ്. ഓരോ പ്രോബ്ലത്തിൽ ഒരു നോട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാലാണ് പ്രോബ്ലം ചെയ്യുന്നതിന് ഗുണമുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ പ്രോബ്ലത്തിൽ ഒരു നോട്ട് നമുക്ക് കിട്ടും. അതിന് വെറൈറ്റി പ്രോബ്ലം ആണല്ലോ നമ്മൾ ചെയ്യണേ. റിപ്പീറ്റഡ് ചെയ്യില്ല. പറഞ്ഞാൽ മതി. പറഞ്ഞുതരാം. അതായത് ഈ ഇത് നോക്കിയപ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി 2 ആയിരുന്നു. അത് നോക്കിയപ്പോൾ 3.5 ആയി. അപ്പൊ ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫോഴ്സ് എങ്ങോട്ടായിരിക്കും അപ്പൊ ആക്ട് ചെയ്താൽ? എങ്ങോട്ടാണോ ബോഡി പോണേ അങ്ങോട്ട് ആക്ട് ചെയ്യും ഫോഴ്സ്. അപ്പോഴല്ലേ വെലോസിറ്റി കൂടുള്ളൂ. റൈറ്റ്.
ഇനി ഇവിടെ ആയിരുന്ന സാധനം ആദ്യം 90 മീറ്റർ പെർ സെക്കൻഡ് കയറിയിട്ട് കുറച്ച് 0 ആയി. അപ്പൊ അതിന്റെ അടുത്ത് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്താക്കണം? ഫോഴ്സ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യും. കാരണം വെലോസിറ്റി കുറഞ്ഞു വരും. വെലോസിറ്റി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ പേരാണ് റിട്ടാർഡിങ് ഫോഴ്സ്. വെലോസിറ്റി ഒരാളുടെ കുറച്ചാൽ അവിടെ ആക്ട് ചെയ്ത ഫോഴ്സിന്റെ പേരാണ് റിട്ടാർഡിങ് ഫോഴ്സ്. ആ ആക്സിലറേഷന്റെ പേരാണ് റിട്ടാർഡേഷൻ. കിട്ടും, ഓരോ പ്രോബ്ലത്തിനും കിട്ടും പോയിന്റുകൾ. ഇഷ്ടമായിരിക്കും. ശരി, ഞാൻ മുന്നോട്ട് പോകും. ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. ചുറ്റിക കൊണ്ട് ആണിയെ അടിക്കുക. ചുറ്റിയെ കൊണ്ട് ആണിനെ അടിക്കുക. വലിയ ചുറ്റി ഉപയോഗിച്ചിട്ട് ഭയങ്കര സ്പീഡിൽ ആണിക്കൊക്കെ അടിക്കുക. ഫുട്ബോൾ കിക്ക്, അനങ്ങാൻ നിന്ന ഫുട്ബോളിനെ നമ്മൾ ഭയങ്കര ഫോഴ്സിൽ അടിക്കുക. ക്രിക്കറ്റ് ബോൾ ഭയങ്കര സ്പീഡിൽ എറിയണം. അപ്പൊ ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ ബാറ്റിനെ ബോളിൽ അടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ബോൾ ഇത് ബാറ്റിൽ ഇങ്ങനെ അടിക്കുന്ന മൊമെന്റ്. അപ്പൊ ബോൾ തെറിച്ചു. ഈ 3 കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് ഞാൻ പറയാം, ഒരു ഫുട്ബോളിലേക്ക് നമ്മൾ കിക്ക് എടുക്കണം. ഭയങ്കര ഫോഴ്സ് നമ്മൾ കാലുകൊണ്ട് ഫുട്ബോളിലേക്ക് പൊട്ടി ഫുട്ബോൾ തെറിച്ചു. ക്രിക്കറ്റ് നമ്മളിങ്ങനെ ബോളിങ്ങനെ ഹിറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് നമ്മള് ബോളിന്റെ നല്ല സ്പീഡിൽ വരുന്ന ബോളിനെ ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്തോ തെറിച്ചു. ചുറ്റിയൊക്കെ നമ്മൾ അടിക്കുന്നു. ഈ ടൈപ്പ് എക്സാമ്പിളിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാം എന്തെങ്കിലും? ഒന്ന് ആനന്ദ് പി എം ഒരു പ്രത്യേകത. ഫുട്ബോളിന്റെ ആണെങ്കിൽ 0 തുടങ്ങണത്. അവിടെ നിക്കണ സാധനത്തിന് അടിക്കുമല്ലേ? അങ്ങനെയാണ് ഓരോ തോന്നണേ. ശരി, കുഴപ്പമില്ല, അവനവന്റെ തോന്നുന്നു. ഐഷ? Everybody have opposite reaction. Every action has. അല്ല, ഞാൻ അങ്ങോട്ട് പോലെ ഞാൻ ചോദിക്കുന്നത് അതെല്ലാം ചോദിക്കുന്നത്. ഈ ആക്ട് ചെയ്ത ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ആക്ട് ചെയ്ത ഫോഴ്സിന് ഈ 3 കേസിന്റെ എക്സാമ്പിൾ ഒരു ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക ഉണ്ടായ ഫോഴ്സ്. എന്ത് പ്രത്യേകത നിങ്ങൾക്ക് തോന്നണം? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞേ. മൂസിനെ? ഫോഴ്സ് നമ്മൾ കൊടുത്ത ഫോഴ്സ് അല്ലേ? അതാണോ? അതെ, നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണ്. മനസ്സിലായി? അങ്ങനെ പറഞ്ഞോ, ശരിയാ തെറ്റോ? അതിനകത്ത് എല്ലാ ഒരു മിനിറ്റ് ആമിന എന്താ പറയാൻ ശ്രമിച്ചു? നമ്മള് കൊടുത്ത ഫോഴ്സ് അല്ല, അവിടെ ഫുട്ബോളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യണേ. ശരി, ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് എത്തോന്ന് അറിയാൻ വേണ്ടി. കുഴപ്പമില്ല, എനിക്കൊരു പോയിന്റ് കിട്ടാണ്. ആനന്ദോ? എല്ലാ എക്സാമ്പിളിലും ഒരു സാധനം റെസ്റ്റിലായിരിക്കും. ശരി, അതൊക്കെയാണ് ശരി. ഞാനൊരു കേസ് ഞാൻ എക്സാമ്പിൾ. എല്ലാത്തിലും വലിയ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ലാർജ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഷോർട്ട് ടൈം ആണ് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തോന്നി കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നമ്മളൊരു ഭിത്തിയെ തള്ളുകയാണ്. നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. ഒരു വണ്ടിയെ തള്ളിക്കൊണ്ടിരിക്കുക, കുറെ നേരം തള്ളാണ്. ഇത് വളരെ ഷോർട്ട് ടൈമിൽ ആക്ട് ചെയ്യുക. ക്രിക്കറ്റ് ബോൾ ബാറ്റിനെ ഹിറ്റ് ചെയ്യണം എന്ന് ഓർത്തു തരുന്നത്. ബോളിനെ ബാറ്റോട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തോരം നേരം ആക്ട് ചെയ്യേണ്ടത്? ഭയങ്കര വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ലാർജ് ഫോഴ്സ് നമ്മൾ അടിക്കുന്നത്. കൊടുക്കുന്ന സമയം വളരെ ഷോർട്ടായിരിക്കും. ഈ ഫോഴ്സിന്റെ പ്രത്യേകതയുണ്ട്. ഈ ഫോഴ്സിന്റെ പേരാണ് എന്തെന്നാ അതിന്റെ പേര്? വായിച്ചേ ഏഞ്ചൽ ബേബി. പോയാ? ഏഞ്ചൽ ബേബി പോയാ? വായിച്ചേ. ഇവിടെ Impulsive force. Impulsive force. Impulse. Pulse. അതാണ് പൾസ്. ഇംപൾസ് അതാണ് ശരി. വളരെ ഷോർട്ട് ടൈമിൽ ആക്ട് ചെയ്യുന്ന വലിയൊരു സാധനം. ഈ ഫോഴ്സിന്റെ പേരാണ് ഇംപൾസീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഓൾറെഡി കിട്ടിയല്ലോ. എത്ര പേരാണോ എക്സാമ്പിൾ ഇപ്പൊ ബുക്കിൽ എഴുതിയത് അവരാണ് ഞാൻ ഉദ്ദേശിച്ച ട്രാക്കിൽ എത്തിയാക്കുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് എക്സാമ്പിൾ എഴുതാലോ. ക്രിക്കറ്റ് ബോൾ അത് ഓക്കെ. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ
ഷോർട്ട് ടൈം. അതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. 2 പോയിന്റ് വിട്ടുപോകാൻ പാടില്ല. ലാർജ് ഫോഴ്സ്, ഷോർട്ട് ടൈം. അപ്പൊ ലാർജ് ഫോഴ്സ് എഫ്, ഷോർട്ട് ടൈം ടി. ടി വളരെ ഷോർട്ടാന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ഡി. ഒന്നിന് ഡി ടി എന്ന് ഉപയോഗിക്കാം. ഷോർട്ട് ടൈം എന്ന് അതിൻ്റെ അർത്ഥം, ചെറിയ സമയം. ചിലർ ഡെൽറ്റ ടി എന്ന് ഉപയോഗിക്കും. രണ്ടും കുഴപ്പമില്ല. ഡെൽറ്റ കഴിഞ്ഞ ഗൗരി ചോദിച്ചില്ലേ, ഡി ഇച്ചിരിയുടെ വലുതാണ് ഡെൽറ്റ. ഡി രണ്ടും തിരിച്ചു ഡി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകത അറിയാം, വലിയ ഫോഴ്സ് ആണ്, വളരെ ഷോർട്ട് ടൈം ആണ്. അപ്പൊ ഈ ഷോർട്ട് ടൈം ഒന്നും അളക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. ഈ ടൈം ഒന്നും നമുക്ക് അളക്കാം, അത്ര ചെറുതാണ്, വലിയ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് അറിയാം, എഫ് ഇൻറ്റു ഡി ടി ചെയ്യും. എഫ് ഇൻറ്റു ഡി ടി. ഓക്കെ. ഇതിനെ ഇത് രണ്ടോടെ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ, അപ്പൊ ഒരു സ്ഥലത്തെ ഒരു ക്രിക്കറ്റ് ബോളിനെ ഒരു ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ബാറ്റ് കൊടുത്ത ഫോഴ്സും അവിടെ വളരെ ഷോർട്ട് ടൈം അല്ലേ, അതോടെ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ ഒരു വാല്യൂ കിട്ടും, എഫ് ഇൻറ്റു ഡി ടി. ഇവന്റെ പേരാണ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാണ്ടിറ്റിയാണ്. ഇതൊരു അളവാണ്. അതാ ഫോഴ്സോ ഡി ടിയോ രണ്ട് സാധനങ്ങളാണ്. രണ്ടോട് കൂട്ടിയത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിന്റെ പേരാണ് ഇമ്പൾസ്. ഇമ്പൾസീവ് ഫോഴ്സ് അല്ല. നിങ്ങൾക്ക് മാറിപ്പോകും. അങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല, അങ്ങനെ പഠിക്കാറില്ല കുട്ടികൾ. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്? വളരെ ഷോർട്ട് ടൈം ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. എക്സാമ്പിൾ ബാറ്റ്, ഹാമർ ചുറ്റുക ഒക്കെ എക്സാമ്പിളാണ്. പക്ഷെ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇമ്പൾസ്. അതിന്റെ ലെറ്റർ ഐ ആണ്. ഇമ്പൾസീവ് ഫോഴ്സിന്റെ അല്ലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ഒരു ഫോർമുലയാണ് എന്ത്, എഫ് ഡി ടി, എഫ് ഇൻറ്റു ഡി ടി. അങ്ങനെയാണ് ഇതിന്റെ എസ് യൂണിറ്റ് ആർക്കെങ്കിലും പറയാമോ? ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ എസ് യൂണിറ്റ് ആർക്കെങ്കിലും പറയാമോ? അസ്ന സുജിറാണ് ആദ്യം പറയാ. Newton second. Brilliant. I mean, it is in the track. സ്കൂൾ തുടങ്ങി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫിസിക്സ് ഒക്കെ പറയാൻ പാകത്തിനാണ്, കെമിസ്ട്രി പറയാൻ പാകത്തിനാണ്. അതിന്റെ അർത്ഥം ന്യൂട്ടൺ സെക്കൻഡ്. ഡി ടി സമയമാണ്, എഫ് ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ സെക്കൻഡ്. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ എസ് യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ വേറെ സാധനം പറഞ്ഞു തരാം ഞാൻ. നോക്കിയോ, അപ്പൊ ഇതൊക്കെ ഫോമായി പഠിച്ചല്ലോ. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി എന്നല്ലേ. ഈ എഫിന് പകരം വേണമെങ്കിൽ നമുക്ക് ഡി പി ബൈ ഡി ടി ഇട്ട് കൊടുക്കാമല്ലോ. ചുമ്മാ മനസ്സിലാൻ വേണ്ടിയാ, അല്ലാതെ പഠിക്കാനൊന്നും അല്ല. ഡി പി ബൈ ഡി ടി ഇട്ട് കൊടുക്കാം എഫിന് പകരം. അപ്പൊ ഡി പി ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്ന് വരും. ഈ ഡി ടി വെട്ടി കളഞ്ഞാൽ അങ്ങോട്ട് ബാക്കി ആരാ? അപ്പൊ ഐ ഈസ് ഈക്വൽ ടു വേറെ പുതിയ ഫോമുല, ഐ ഈസ് ഈക്വൽ ടു ഉണ്ടാ ഡി പി. അപ്പൊ ഐക്ക് രണ്ട് ഫോമുലയായി. ഒന്ന് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി. അതെ, ശരിക്കും ഇതും ഓർത്തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എഫിന്റെ സ്ഥലത്ത് ഡി പി ബൈ ഡി ടി ഇട്ട് കൊടുത്താൽ ഡി ടി വെട്ടി കഴിഞ്ഞാൽ ബാക്കി ഡി പി. അപ്പൊ ഐക്ക് വേറെ ഫോമുല ഡി പി. എന്താ ഡി പിയുടെ അർത്ഥം? ആരാ പറയണേ? സാർ ഡൗട്ട് പറഞ്ഞോ സാർ. അപ്പൊ ഈ പി എന്ന് പറയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എം വി ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാം, ഓഫ് കോഴ്സ് ഒക്കെ ചെയ്യാം. ഒരു പ്രശ്നം ഒക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം, കുറച്ച് കാണിച്ചു തരാം. അബ്സല്യൂട്ട്ലി നല്ല ഡൗട്ടാണ്. ഞാൻ പറഞ്ഞോ. വേറെ ആരോ ഒരു സ്ത്രീ ശബ്ദം കേട്ടിരുന്നു? ഇല്ല. ശരി, നോക്കാം. അതായത് ഐ ഈസ് ഈക്വൽ ടു ഡി പി. എന്താ ഇതിന്റെ അർത്ഥം? അനന്തു രാജ്, എന്താ ഈ ഐ ഈസ് ഈക്വൽ ടു ഡി പി എന്ന് എഴുതിന്റെ അർത്ഥം? മൊമെന്റം. മൊമെന്റം അല്ലല്ലോ ഡി പി. മൊമെന്റം അല്ല ഡി പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഏതാ? ഡി പി ബൈ ഡി ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഐഷ കൈ വലിച്ചു. ആരാ ഡി പി? ആരാ പറഞ്ഞേ? ആരാ ഡി പി? നിങ്ങൾക്ക് വേറെ ഡി പി ഉണ്ടല്ലേ, ഈ സോഷ്യൽ മീഡിയയിൽ ഡി പി ഇല്ലേ? ആ ഡി പി അല്ല കേട്ടോ. ആ ഡി പി ആന്ന് പറഞ്ഞാൽ പലരും കൈ നോക്കണം. ആ ഡി പി അല്ല. പറഞ്ഞേ മൂസിൻ, ഏതാ ഡി പി? റേറ്റ് ഓഫ് മൊമെന്റ് ആണ് സാർ. റേറ്റ് ഓഫ് മൊമെന്റ് അല്ല.
ആരാ DP? എമിൻ ആരാ DP? Change in momentum. Brilliant. She got it. Change in momentum. അങ്ങനെ നമ്മൾ ലെറ്ററുകളെയും മാത്തമാറ്റിക്സിലും നമുക്ക് പറയാൻ പറ്റിയാൽ നമ്മൾ സയൻസ് ആവും. ചേഞ്ച് ഇൻ മൊമെന്റം. ഡി എന്ന് പറയാൻ ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ടി വല്ല DT റേറ്റ് എന്ന് പറയാൻ പറ്റും. സാറേ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഡെൽറ്റ ഒരു പ്രശ്നമില്ല. ഐസിന് ഡെൽറ്റ പി എന്ന് പറയാം. എന്നാ പ്രശ്നം? കറക്റ്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ DP ചേഞ്ച് ഇൻ മൊമെന്റം എന്നാ. അപ്പൊ വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇങ്ങനെ പോകും പിള്ളേരെ, ഇങ്ങനെ പോവും, ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നേ. അത് ഞാൻ DP/dt, ഞാൻ D/dt ചുമ്മാ പഠിപ്പിച്ചാൽ ഓർമ്മ നിങ്ങളുടെ. എന്റെ സമയത്തിന് വിലയില്ലാതെ ചുമ്മാ കഥ പറഞ്ഞുകൊണ്ടിരുന്നാന്ന് നിങ്ങളുടെ ഓർമ്മ. ഇതിവിടെ വന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ വെറുതെ പറയാൻ ഞാൻ പറയില്ല. എന്റെ ഓരോ സെക്കൻഡിനും വിലയുള്ളതല്ലേ, പൈസ കൊടുക്കണല്ലേ എന്റെ ഓരോ സെക്കൻഡിനും. തീർക്കേണ്ടത് ഞാൻ തന്നെ തീർക്കണമല്ലോ. അപ്പൊ I = DP. ഞാൻ ഭാവിയിലേക്ക് വേണ്ടി പറയണായിരിക്കും പല കാര്യങ്ങളും. അപ്പൊ ബോധമില്ലാതിരുന്ന ഞാൻ പിന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ല. ഓരോന്നും എഴുതിക്കോളൂ. ഓരോന്നും ഓരോ പാർട്ട് പല സ്ഥലത്ത് പലത് എഴുതേണ്ട വരും. ഓക്കെ. അപ്പൊ D എന്ന് പറഞ്ഞാൽ ചേഞ്ച് അർത്ഥം. ഡെൽറ്റ നാം പറഞ്ഞാൽ ഉപയോഗിക്കാം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റത്തിനുണ്ടാവുന്ന ചേഞ്ച് അത് ഞാൻ വേറെ കോലത്തിൽ ചിലപ്പോൾ എഴുതും. എങ്ങനെയാണെന്ന് അറിയോ? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് വേറെ കോലത്തിൽ ആർക്കാ പറയാ അറിയാവുന്നേ? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് വേറെ കോലത്തിൽ വേറെ ആർക്കും പറയാ അറിയോ? ചേഞ്ച് ഇൻ മൊമെന്റം ആർക്കും പറയാ അറിയോ? വേറെ കോലത്തില് ഒന്ന് പറഞ്ഞു ആരോനെ. ചേഞ്ച് ഇൻ മൊമെന്റ് വേറെ കോലത്തിൽ എങ്ങനെ പറയാൻ പറ്റും? DMV. അങ്ങനെ പറയാം. അബ്സല്യൂട്ട്ലി. അവൻ പറഞ്ഞ ഒരു രീതിയാണ് അവൻ നേരത്തെ ചോദിച്ചത്. D(mv) എന്ന് പറയാലോ വേണമെങ്കിൽ. അങ്ങനെ പറയാം. അത് ഞാൻ വേറൊരു ഉദ്ദേശമുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുമ്പ് വേറെ പോലെ ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്ന് പറയാം. 2 മിനിറ്റ് കൊടുക്കും. ഫിസിക്സ് ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ പറയും നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്ത് ബോധപൂർവം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മുജീബെ ചായ കുടിക്കുവാണോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് നിന്റെ പണി എന്താ അവിടെ? ശരി. എന്താ പണി നിന്റെ? കേട്ടോ. ചേഞ്ച് ഇൻ മൊമെന്റം ഞാൻ ഇങ്ങനെ വിളിക്കും ഫൈനൽ മൊമെന്റം. പിന്നെ ബാക്കി ആരാ ഫില്ലാണ്? ഫൈനൽ മൊമെന്റം ആരാ ഫില്ലാണ്? കൈവക്ക് ആരാ ഫില്ലാണ്? ഫൈനൽ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഫൈനൽ മൊമെന്റം. ആമിന, ഫൈനൽ മൊമെന്റം becomes 0. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോണേ. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. ഫൈനൽ മൊമെന്റം ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി റൈറ്റ്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ആരായി ചേഞ്ച് ഇൻ മൊമെന്റം? ഫൈനൽ മൊമെന്റം P മൈനസ് P. ഇത് P ഫൈനൽ മൈനസ് P ഇനീഷ്യൽ. അപ്പോഴാണ് ആരോൺ പറഞ്ഞത് തന്നെ. എന്താണ് ആരോൺ പറഞ്ഞത്? സാറേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇതിനെ MV എഴുതാലോ. രണ്ടും P അല്ലേ? മോഹൻന്റെ ഇക്വേഷൻ എന്താ? മാസിന്റെ വെലോസിറ്റി. അപ്പൊ ഇത് ഫൈനൽ ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി. കണ്ടോ? ഐറ്റം ചെറുവനുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി MU കണ്ടോ? MV മൈനസ് MU. ഇതാണ് അവൻ ചോദിച്ചതിന്റെ വേറെ കോലം. ഇതാണ് നല്ല കോലം. ഇതെല്ലാം നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് പേടിയില്ലാതെ പഠിക്കാൻ പറ്റണം. വീട്ടിൽ പോയി കുറെ കൂടെ സമാധാനത്തോടെ കേൾക്കണം എന്ന് വെച്ചു. അപ്പൊ MV മൈനസ് MU രണ്ടും മൊമെന്റ് ആണ്. ഒരെണ്ണം ഫൈനൽ എന്ന് കാണിക്കാൻ വേണ്ടി ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ എന്ന് കാണിക്കാൻ വേണ്ടി ഇനീഷ്യൽ വെലോസിറ്റി. വേണമെങ്കിൽ ഇതിന് M കോമൺ എടുക്കാം. അപ്പൊ M × V മൈനസ് U. അപ്പൊ ഇതും ചില സമയത്ത് ഇമ്പൾസിന്റെ ഫോർമുലയാണ് M × V മൈനസ് U. ഇതെല്ലാം ഉപയോഗിക്കാൻ പഠിക്കണം. ഇതെല്ലാം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. ഐഷ കെട്ടിപ്പൂട്ടി വെക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ. ഐഷ 45 എല്ലാം കെട്ടിപ്പൂട്ടി വെക്കുക. എഴുതി വെച്ചോ. നാളെ ചോദിക്കുമ്പോ കിട്ടണം കേട്ടോ. ചിരിച്ചോണ്ടിരുന്ന കളി മാറും. ശരി. അപ്പൊ M × V മൈനസ് U. ഓക്കെ, താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ. ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. ബൈ. Thank you, sir. Have a nice day. Thank you, sir. 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 ശരി. ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻ ഇല്ലേ, ഒരു മൊമെന്റത്തിന്റെ
ഏത് എക്സാമിന് മൊമെന്റത്തിന് ബൈ വീക്കിലിയില് ഞാൻ ഓർക്കണ ഏതാത് ഞാൻ ഇപ്പോൾ വായിക്കാം. Using dimension check equation for the time period of pendulum t equal to 2 pi I 1 by g. 2 pi L by G. L by G അത് ഒന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ആ റൂട്ട് ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത കണക്ക് തന്നെ ഉണ്ടല്ലോ. ആരാ ചോദിച്ചാണ്? ആരാ കൃഷാന്താണോ? ആരാ ചോദിച്ചേ? ആ കൃഷാന്തേ, നമ്മൾ 2 pi റൂട്ട് L by G ചെയ്തിട്ടില്ലേ നോക്കിയാ നീ. നമ്മൾ സെയിം കണക്ക് 2 pi റൂട്ട് L by G നമ്മൾ ചെയ്തിട്ടില്ലേ നോക്കി. ഉണ്ട്. പക്ഷെ നോട്ട് ചെയ്ത് തന്നേക്കണോണ്ട് എല്ലാ സാർ ചെയ്ത് തന്നേക്കണം. അത് ഞാൻ പറയാം. അതായത് എവിടെ ചെയ്തെന്ന് എക്സാം എഴുതിയ ഒരു ആൻസർ അതിനകത്ത് പറയാം. അപ്പൊ അത് പറഞ്ഞില്ല, അതിനകത്ത് റൂട്ട് ഉണ്ട് പോലെ. അതിനകത്ത് റൂട്ട് ഉണ്ട്. ഞാൻ തന്ന ക്വസ്റ്റിൽ റൂട്ട് ഞാൻ ഒഴിവാക്കി. അതിനകത്ത് റൂട്ട് ഉണ്ടായിരുന്നു. റൂട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും. എല്ലിനും ജിക്കും റൂട്ട് വരും. അപ്പൊ റേസ് ടു 1/2 വരും. കട്ടായി പോകും. മനസ്സിലായത് നിനക്ക്? രണ്ടിനും 1/2 വരും റൂട്ട് ഉള്ളപ്പോ. ഇത് ഞാൻ തന്ന കണക്ക് ഞാൻ ബോധപൂർവ്വം റൂട്ടുകൾ എടുത്തു കളഞ്ഞു. അപ്പൊ എല്ലിന് റേസ് ടു 1 വരുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒക്കൂല. ശരിയാണോ? അപ്പൊ ഈ അതിന്റെ മേളിൽ കൂടെ ഈ ഹാഫ് 1/2 അതാണ് ഈ ഹാഫ് 1/2 എത്തിയിരിക്കുന്നത്. എന്താ വെച്ചാൽ സ്ക്വയർ റൂട്ടിനെ ഡയമെൻഷനിലേക്ക് മാറ്റുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. സ്ക്വയർ റൂട്ടിന് പകരം എന്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ? സ്ക്വയർ റൂട്ടിന് 1/2 കൊടുക്കാനോ മോനെ? അങ്ങനെ വരുന്നതാ. സ്ക്വയർ റൂട്ടിന് പകരം 1/2 വന്നതാ സാധനം. പക്ഷെ സ്ക്വയർ റൂട്ട് ഞാൻ എടുത്തു കളഞ്ഞു. ശരിക്കും 1/2 വന്നാലാണ് അത് കറക്റ്റ് ആൻസർ വരുള്ളൂ. അപ്പുറം ഇപ്പുറം കറക്റ്റ് ആവുള്ളൂ. ഡയമെൻഷനിൽ കറക്റ്റ് ആവും. ഞാൻ 1/2 ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തു കളഞ്ഞു ക്വസ്റ്റ്യൻ ഇട്ടപ്പോ. അപ്പൊ കറക്റ്റ് ആവില്ല. ശരിയാ? ഓക്കെ ഓക്കെ.